ഒരാൾക്ക് എങ്ങനെയാണ് പരിശുദ്ധ റൂഹായെ ലഭിക്കാവുന്നത്? അപ്പൊ മാമോദീസ എന്ന് പറയുന്നത് ഒന്നാമതായി മരിക്കലാണ്. ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെ നമുക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്. മാമോദീസ പൗരോഹിത്യം അൽമായർക്കും വൈദികർക്കും ഉള്ളതാണ്. രണ്ടു പേർക്കും ഉണ്ട്. ദൈവത്തിന്റെ ജീവൻ കൊടുക്കും. പരിശുദ്ധ സഭ മൂന്ന് കൂദാശകളെ, ആദ്യം നമ്മൾ പറയുന്ന മൂന്ന് കൂദാശകളെ, പരിശുദ്ധ മാമോദീസ, തൈലാഭിഷേകം എന്ന പരിശുദ്ധ കൂദാശ, പരിശുദ്ധ കുർബാന, ഈ മൂന്ന് കൂദാശകളെ ഒരു ഗണമായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മൾ 7 കൂദാശകൾ എന്ന് പറയുകയും 7 കൂദാശകൾ എണ്ണുകയും ചെയ്യാറുണ്ടെങ്കിലും ഈ ആദ്യത്തെ 3 കൂദാശകളെ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. ആദിമസഭയുടെയൊക്കെ പാരമ്പര്യത്തിൽ ഇതിലെ ആദ്യത്തെ 2 കൂദാശകൾക്ക് സെപ്പറേഷൻ പോലും ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ മാമോദീസയും തൈലാഭിഷേകവും, ലത്തീൻ ക്രമത്തിലാണെങ്കിൽ സ്ഥൈര്യലേപനം എന്നാണ് പറയാറുള്ളത്. തൈലാഭിഷേകം, മുറൻ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ആ പരിശുദ്ധ റൂഹായെ അവകാശമായി ഒരു വ്യക്തിയുടെ മേൽ നൽകുന്ന, ആ വ്യക്തിയെ പരിശുദ്ധ റൂഹ ഏറ്റെടുക്കുന്ന ആ കൂദാശയും പരിശുദ്ധ മാമോദീസയും രണ്ടും വേർതിരിക്കപ്പെടാത്തതുപോലെ തന്നെയാണ് ആരംഭകാലം മുതൽ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ചേർത്ത് പരിശുദ്ധ കുർബാനയും കൊടുക്കുമായിരുന്നു. നമ്മുടെയൊക്കെ പല ആളുകളും പലപ്പോഴും കരുതാറുള്ളത് ഈ കൂദാശകൾ മൂന്നായിട്ടിരിക്കേണ്ടതാണ് എന്നാണ്. പല ആളുകളും ധരിക്കാറുള്ളത് ഈ കുദാശകൾ മൂന്നായിട്ടിരിക്കേണ്ട കുദാശകളാണ് എന്നാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധ സിനഡ് അവയെ ഒരുമിച്ച് പരികർമ്മം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട സമയത്ത് പല ആളുകളും ഇങ്ങനെ സംസാരിച്ചു, അത് മൂന്നോട് കൂടി ഒരുമിച്ച് കൊടുത്താൽ എങ്ങനെ ശരിയാവുക, കുട്ടികൾക്കത് മനസ്സിലാകുമോ, കുർബാനയൊക്കെ. അപ്പൊ ആദ്യ കുർബാന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വലിയ ആഘോഷം നിന്നുപോയാലേ, ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന ഒത്തിരി ചർച്ചകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ആദിമസഭ മുതൽ ഈ 3 കൂദാശകൾ ഒരുമിച്ച് കൊടുത്തുകൊണ്ടാണ് ഒരു വ്യക്തി തന്റെ ക്രൈസ്തവ ജീവിതം ആരംഭിക്കുന്നത്. അഭിനന്ദ പിതാവ് അതിന്റെ ആമുഖത്തിൽ ഒരു വളരെ ശ്രദ്ധേയമായ ഒരു വാക്ക്, ഒരു കീ വേർഡ് വളരെ കാഷ്വൽ ആയിട്ടെന്ന പോലെ പറഞ്ഞു പോയായിരുന്നു. പരിശുദ്ധ സഭയോടും മിശിഹായോടും ഐക്യപ്പെടുന്ന കൂദാശ എന്ന്. അതാണ് അതിന്റെ കീ വേർഡ്. പരിശുദ്ധ സഭയോടും മിശിഹായോടും ഒരാളെ ഐക്യപ്പെടുത്തുന്നതാണ് ഈ പ്രവേശ കൂദാശകൾ. അപ്പൊ അത് ഈ 3 പൂർത്തിയാകുമ്പോഴാണ് ആ ഐക്യം പൂർത്തിയാകുന്നത്. പരിശുദ്ധ സഭ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? പരിശുദ്ധ മാമോദീസയിൽ ഒരാൾ ദൈവിക ജീവൻ പ്രാപിക്കുന്നു. ജീവൻ പ്രാപിച്ച ഒരു വ്യക്തി തൈലാഭിഷേകത്തിലൂടെ ശക്തിപ്പെടുന്നു. എന്നിട്ട് പരിശുദ്ധ കുർബാനയിലൂടെ ആ വ്യക്തി ശാശ്വതമായ ജീവന്റെ ഭക്ഷണം സ്വീകരിക്കുകയും നിത്യജീവന്റെ ഭക്ഷണം സ്വീകരിക്കുകയും നറീഷ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. തുടർ ജീവിതത്തിന് ശക്തിപ്പെടുകയും പരിപോഷിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് 3 കൂടി ഒരുമിച്ച് നടക്കേണ്ടതാണ്. ജനിച്ചു കഴിഞ്ഞിട്ട് ഒത്തിരി കാലം കഴിഞ്ഞിട്ടല്ലോ ശക്തിപ്പെടേണ്ടത്. ജനിക്കുകയും ശക്തിപ്പെടുകയും പരിശുദ്ധ കുർബാനയാൽ മിശിഹായുടെ ശരീരത്തിന്റെ അവയവമായി പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ മുതലാണ് ഒരാളുടെ വിശ്വാസ ജീവിതം അല്ലെങ്കിൽ തിരുസഭാത്മക ജീവിതം, മിശിഹായിലുള്ള ജീവിതം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിന് യഥാർത്ഥത്തിൽ ഇത് 3 ഒരുമിച്ച് സ്വീകരിച്ച് തൻ്റെ വിശ്വാസ ജീവിതം ആരംഭിക്കാനുള്ള അവകാശമുണ്ട്. ഇടക്കാലത്ത് പതുക്കെ അതങ്ങ് നഷ്ടപ്പെട്ടു പോയതിന്റെ കാരണം വളരെ ശ്രദ്ധേയമായ ഒരു കാരണമാണ്. പലപ്പോഴും ചിലപ്പോൾ നമുക്ക് ആലോചിച്ചാൽ അത് കുറച്ചുകൂടെ ഉചിതമാണ് എന്ന് തോന്നാവുന്നത് പോലത്തെ ഉള്ളൊരു കാരണമാണ് ഇതിന്റെ പിന്നിലുണ്ടായത്. പലപ്പോഴൊക്കെ നമ്മൾ കരുതാറുള്ളത് ലത്തീൻ ക്രമം അനുസരിച്ച് ഇതൊക്കെ 3 പൗരസ്ത്യ പാരമ്പര്യത്തിലാണ്. അങ്ങനെയല്ല. പൗരസ്ത്യ പാരമ്പര്യത്തിലും പാശ്ചാത്യ പാരമ്പര്യത്തിലും സഭയിൽ ഒന്നടങ്കം ആഗോള കത്തോലിക്ക സഭയിൽ മിശിഹായുടെ കാലം മുതൽ ഈ 3 കൂദാശകളും, ഏറ്റവും ആദ്യത്തെ കാലഘട്ടത്തിൽ 2 കൂദാശകൾ ഒരുമിച്ചായിരുന്നുവെങ്കിൽ പിന്നീട് നമുക്കറിയാവുന്ന ചരിത്രത്തിന്റെ കാലഘട്ടത്തിൽ മുഴുവനും ഈ 3 കൂദാശകൾ ഒരുമിച്ച് നൽകുന്ന പാരമ്പര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് അത് നഷ്ടപ്പെട്ടു പോയത്. ലത്തീൻ ക്രമത്തിലാണെങ്കിലും പൗരസ്ത്യ ക്രമത്തിലാണെങ്കിലും നഷ്ടപ്പെട്ടു പോയത് ഇടക്കാലത്താണ്. എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടു പോയതെന്ന് ചോദിച്ചാൽ അതിന്റെ അടിസ്ഥാന കാരണം ഈ ശ്ലൈഹിക ശുശ്രൂഷയോടുള്ള ആദരവും അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവുമാണ്. ശ്ലൈഹിക ശുശ്രൂഷയെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്, അല്ലെങ്കിൽ അതെങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ പുറകെയുള്ള കാര്യം. നമുക്കറിയാം, അത് പറഞ്ഞു തുടങ്ങേണ്ടത് മാമോദിസയെ കുറിച്ചാണെങ്കിൽ പോലും ഈ സാഹചര്യത്തിൽ നമുക്ക് പറഞ്ഞു തുടങ്ങേണ്ടത് തൈലാഭിഷേകത്തെ കുറിച്ചാണ്. ഒരാൾക്ക് ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ ആളുകളുടെ ഇടയ്ക്കൊക്കെ സംസാരിക്കുമ്പോഴേ മാമോദിസയിൽ എന്താണ് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ വളരെ പെട്ടെന്ന് ആളുകൾ പറയാറുള്ളത് എന്താണ്? പരിശുദ്ധാത്മാവിനെ കിട്ടുന്നു എന്നാണ് പലപ്പോഴും ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു എന്നുള്ളത്, പരിശുദ്ധാത്മാവിലൂടെ കൃപകൾ ലഭിക്കുന്നു എന്നുള്ളത് പറയുന്നതാണ് ശരി. പരിശുദ്ധ റൂഹായെ ലഭിക്കുന്നത് അത് തൈലാഭിഷേകത്തിലാണ്. ഇനി ഒരു വളരെ വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യമുണ്ട്. ഒരാൾക്ക് എങ്ങനെയാണ് പരിശുദ്ധ റൂഹായെ ലഭിക്കാവുന്നത്? നമ്മളിങ്ങനെ പബ്ലിക്കിനോട് ചോദിക്കുമെന്ന് വിചാരിച്ചു. അവർ ഉറപ്പായിട്ടും പറയും നന്നായി പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ലഭിക്കും, വിശുദ്ധ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് ലഭിക്കും, അങ്ങനെയൊക്കെ പറയും. നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകൾക്കോ അല്ലെങ്കിൽ വിഘടിത ഗ്രൂപ്പുകൾക്കകത്തൊക്കെ പരിശുദ്ധ റൂഹ വന്നു വസിച്ചു, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഉണ്ടാകുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കും.
എങ്ങനെയാണ് ഒരാൾക്ക് പരിശുദ്ധ റൂഹായെ ലഭിക്കുന്നത് എന്നാണ് ചോദ്യം. എങ്ങനെയാണ് ഒരാൾക്ക് പരിശുദ്ധ റൂഹായെ ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ, അത് ഒരാളുടെ പ്രാർത്ഥന കൊണ്ടല്ല, ഒരാളുടെ വിശുദ്ധ ജീവിതം കൊണ്ടല്ല. ഇതൊക്കെ എൻ്റെ ആവശ്യമൊക്കെയാണ് കേട്ടോ. അതുകൊണ്ടല്ല, അല്ലെങ്കിൽ കുറച്ച് ആളുകൾ തീക്ഷ്ണമായി ത്യാഗം സഹിച്ച് മുട്ടുമ്പൽ നിന്ന് മണലിലൊക്കെ നിന്ന് അങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് കൊണ്ടുമല്ല. ഒരാൾക്ക് പരിശുദ്ധ റൂഹായെ ലഭിക്കുന്നത് ശ്ലൈഹിക അധികാരം വഴി കൈമാറ്റം ചെയ്യുമ്പോഴാണ്. ശ്ലൈഹിക അധികാരമുള്ള മെത്രാൻ, മേൽപ്പെട്ട ശുശ്രൂഷകൻ, തനിക്ക് മിശിഹ നൽകിയിരിക്കുന്ന അവിടുത്തെ പൗരോഹിത്യത്തിന്റെ പൂർണ്ണതയിൽ നിന്ന് ആ പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് മിശിഹായിൽ വസിച്ച അതേ പരിശുദ്ധ റൂഹായെ തൻ്റെ കൈവെപ്പ് വഴിയും തൈലത്താൽ അഭിഷേകം ചെയ്തും കൈമാറുമ്പോഴാണ് ഒരാൾക്ക് പരിശുദ്ധ റൂഹായെ ലഭിക്കുന്നത്. അല്ലാതെ ഒരാളുടെ പ്രാർത്ഥന കണ്ട് ദൈവം നേരിട്ട് ഓക്കെ നിനക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം ഇരിക്കട്ടെ എന്ന് കരുതി നൽകുകയല്ല. പരിശുദ്ധ സഭയിൽ അതിന് വളരെ വ്യക്തമായ കൃത്യമായ ക്രമമുണ്ട്. അത് നൽകപ്പെടുന്നത് കൈവെപ്പ് വഴിയാണ്. ആരുടെ കൈവെപ്പ് വഴിയാണ്? സൈഹിക ശുശ്രൂഷയുടെ കൈവെപ്പ് വഴിയാണ്, മെത്രാന്റെ കൈവെപ്പ് വഴിയാണ് പരിശുദ്ധ റൂഹായെ നൽകുന്നത്. ഇത് 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 വളരെ കോൺക്രീറ്റ് ആയിട്ട് സംസാരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു ഭാഗം നമുക്ക് വായിക്കാം. അപ്പസ്തോല പ്രവർത്തനം ശ്രീഹന്മാരുടെ നടപടി പുസ്തകത്തിനകത്ത് 8-ാമത്തെ അധ്യായം. ആരെങ്കിലും ബൈബിൾ ഉണ്ടെങ്കിൽ അത് എടുക്കുന്നത് ഉചിതമായിരിക്കുമേ. 8-ാമത്തെ അധ്യായം, ഞാൻ POC ബൈബിളാണ് വായിക്കുന്നത്, പഴയ വെർഷനാണ് വായിക്കുന്നത്. 8-ാമത്തെ അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ ഈ രണ്ട് കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ഭാഗമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വായിക്കാൻ താല്പര്യമുണ്ട് വായിക്കാം, ഞാൻ വായിച്ചു തുടങ്ങി. സമരിയാക്കാർ ദൈവവചനം സ്വീകരിച്ചുവെന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുള്ള അപ്പോസ്തലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയച്ചു. ആദ്യത്തെ കാര്യം എന്താണ്? സമരിയായിൽ ഒരു ജനം, അവര് ദൈവവചനം ശ്രവിച്ചു എന്ന് അറിഞ്ഞു. ആ സമയത്ത് ജെറുസലേമിലെ അപ്പസ്തോലന്മാർ, ജെറുസലേം ആയിരുന്നു അന്നത്തെ റോം എന്ന് പറയാമല്ലോ, അവിടെയാണ് സലീഹന്മാരെല്ലാം ഒരുമിച്ച് കൂടിയിരുന്നത്. സലീഹന്മാരാണ് ഇത് ചെയ്യുന്നത്. ജെറുസലേമിലുള്ള സലീഹന്മാർ എന്ത് ചെയ്തു? 2 പേരെ അവരുടെ അടുത്തേക്ക് അയച്ചു. അയക്കപ്പെടുന്ന 2 പേരും സലീഹന്മാരാണ്. എന്നിട്ടോ അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവര് ചെന്നാണ് പരിശുദ്ധ റൂഹ സ്വീകരിക്കപ്പെടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. അവരോട് വിശുദ്ധ വചനം പ്രഘോഷിച്ച ആളുകളുണ്ട്. അതുകൊണ്ടാണല്ലോ സമരിയാക്കാർ വചനം ശ്രവിച്ചു എന്ന്, അല്ലെങ്കിൽ ഈശോ മിശിഹായിൽ വിശ്വസിച്ചു എന്ന് കേൾക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പം അവര് മിശിഹായെ കേട്ട ആളുകളുണ്ട്. അഥവാ അവരോട് സുവിശേഷം പ്രഘോഷിച്ച സുവിശേഷകാരന്മാർ ഉണ്ട്. വൈദികരാകാം, ഡീക്കന്മാരാകാം, ആത്മായ സുവിശേഷ പ്രഘോഷകരാകാം, ആര് തന്നെ ആയിരുന്നാലും അവരവിടെ ഉണ്ട്. സ്ലീഹന്മാരല്ല അവിടെ ഉള്ളത്. കാരണം സ്ലീഹന്മാരുള്ളത് ഈ ജെറുസലേമിലാണ്. ഇനി തുടർന്ന് വായിക്കാം. കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരിൽ ആരുടെയും മേൽ വന്നിരുന്നില്ല. ഇവര് ചെന്ന് പ്രാർത്ഥിക്കുന്നത് വരെ അവരുടെ ആരുടെയും മേൽ പരിശുദ്ധ റൂഹ വന്നിരുന്നില്ല. എന്നാൽ അവർ വചനം സ്വീകരിച്ചവരാണ്. ഇനി വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്, അത് വായിക്കാം. അവർ കർത്താവായ ഈശോയുടെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നു. നോക്കുക, അവർ മാമോദിസയും സ്വീകരിച്ചവരാണ്. പരിശുദ്ധ മാമോദിസയാൽ വിശുദ്ധീകരിക്കപ്പെട്ട, വേർതിരിക്കപ്പെട്ട ആളുകളാണ്. അപ്പൊ നോക്കി, മാമോദിസ കൊടുക്കാൻ കഴിവുള്ളവരും അവിടെയുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? പിന്നീട് അവരുടെ മേൽ അവർ കൈകൾ വെച്ചു, അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് അവരുടെ മേൽ അവർ, ആരാണ്? ഈ സ്ലീഹന്മാർ കൈകൾ വെച്ചു, അവർ പരിശുദ്ധ റൂഹായെ സ്വീകരിക്കുകയും ചെയ്തു. നോക്കുക, പരിശുദ്ധ റൂഹ അഭിഷേകം ചെയ്യപ്പെടുന്നത് മേൽപ്പെട്ട ശുശ്രൂഷയുടെ ശ്ലൈഹിക അധികാരത്തിന്റെ കൈവെപ്പ് വഴിയാണ്. അതേസമയം സുവിശേഷം പ്രഘോഷിക്കാനും മാമോദിസ കൊടുക്കാനും കഴിവുള്ളവർ അവിടെ ഉണ്ട് താനും. അതാണ് നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? ഈ കൈവെപ്പ് വഴി അവർ പകർന്നു കൊടുക്കുമ്പോഴാണ് ഒരാൾ പരിശുദ്ധ റൂഹായെ സ്വീകരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലം എന്താണെന്നറിയാമോ? ഇതിന്റെ പശ്ചാത്തലം നമുക്ക് സുവിശേഷത്തിലേക്ക് പോകണം. യോഹന്നാന്റെ സുവിശേഷം അവസാന ഭാഗത്ത് നമ്മൾ വായിക്കും. ഞാൻ എടുക്കുന്നതിന് മുമ്പ് ചോദിക്കട്ടെ, എപ്പോഴാണ് സ്ലീഹന്മാർ പരിശുദ്ധ റൂഹായെ സ്വീകരിക്കുന്നത്? സിഹോൻ ഒട്ടിശാലയിൽ വെച്ച് അഗ്നിനാവുകൾ പോലെ എപ്പോഴാണോ? സത്യത്തിലല്ല. അതന്നെ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാം തിരുവചനം വായിക്കാമോ? 20-22. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അത് മതി.
അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ റൂഹായെ സ്വീകരിക്കുക. എന്താണ് അതിൻ്റെ അർത്ഥം? ഇതിന് സമാനമായ ഒരു കാര്യം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആരംഭത്തിൽ കാണും. ദൈവം മനുഷ്യനെ മെനഞ്ഞിട്ട് അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ഊതി അവന് ജീവൻ നൽകി. ഇനി ഇവിടെ കാണുന്നത് എന്താണ്? അങ്ങനെ ജീവൻ നൽകി സൃഷ്ടിച്ച മനുഷ്യന് തന്നിൽ വസിക്കുന്ന റൂഹായെ ദൈവം മിശിഹ പ്രദാനം ചെയ്യുന്നതാണത്. അതുകൊണ്ടാണ് അവരുടെ മേൽ നിശ്വസിക്കുന്നത്. തൻ്റെ ഉള്ളിൽ വസിക്കുന്ന റൂഹ കാറ്റാണ്. കാറ്റെന്നാണ് അതിൻ്റെ ഒരു ലിറ്ററൽ ട്രാൻസ്ലേഷൻ. ആ നിശ്വസനത്തെ, തൻ്റെ ഉള്ളിൽ വസിക്കുന്ന റൂഹായെ, പരിശുദ്ധ റൂഹായിലാണ് ഈശോമിശിഹ എല്ലാ കാര്യവും ചെയ്യുന്നത് എന്ന് നമ്മൾ സുവിശേഷത്തിലൂടെ വായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തർക്കിക്കുന്ന സമയത്ത് കർത്താവ് അവരോട് പറയുന്നത്, നിങ്ങളുടെ പിതാക്കന്മാർ ആരെക്കൊണ്ടാണ് പിശാചിനെ ഉപേക്ഷിച്ചത്? ഞാൻ ദൈവകരത്താലാണ് എന്ന് ഈശോ. ദൈവത്തിന്റെ കരം എന്ന് ഉദ്ദേശിക്കുന്ന പരിശുദ്ധ റൂഹായാണ്. തന്നിൽ വസിക്കുന്ന റൂഹായെ ഈശോമിശിഹ സ്ലീഹന്മാരിലേക്ക് നിശ്വസിച്ചു. അവരാണ് പിന്നെ റൂഹായുടെ ഭവനം. റൂഹായുടെ ഭവനം സ്ലീഹന്മാരാണ്. അവരാണ് മെത്രാൻ സംഘമാണ് റൂഹായുടെ ഭവനം. അവരിലാണ് പരിശുദ്ധ റൂഹ നൽകപ്പെട്ടിരിക്കുന്നത്. ആ റൂഹ അവരിലാണ് വസിക്കുന്നത്. അവരെ സുവിശേഷത്തിന്റെ വേലയ്ക്ക് ഒരുക്കാനും അവരെ സഭയ്ക്ക് നേതൃത്വം കൊടുക്കാൻ സഹായിക്കാനും ഒക്കെ ആയിട്ടാണ് പരിശുദ്ധ റൂഹ നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ റൂഹായെ പിന്നീട് പകർന്നു കൊടുക്കുന്നതും അവരുടെ ദൗത്യമാണ്, അവരുടെ അധികാരമാണ്, അവരുടെ അവകാശമാണ്. അതുകൊണ്ട് പരിശുദ്ധ റൂഹ കൈവെപ്പ് വഴി, തൈലാഭിഷേകം വഴി പകർന്നു കൊടുക്കപ്പെടുമ്പോഴാണ് നൽകപ്പെടുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഇനി ഇതെന്തിനാ ഇത് പറഞ്ഞതെന്ന് വെച്ചാല്, അഭിയുന്റെ പിതാവാണ് എപ്പോഴും ഈ തൈലാഭിഷേകം നടത്തേണ്ടത്, അഥവാ ലത്തീൻ ക്രമത്തിൽ പറഞ്ഞാൽ സ്ഥിരീകരിക്കേണ്ടത്, വിശ്വാസം സ്ഥിരീകരിക്കും. തൈലാഭിഷേകം നടത്തുന്നത് പരിശുദ്ധ അഭിയുന്റെ പിതാവാണ്. എന്നാൽ മാമോസ കൊടുക്കാനായിട്ട് വൈദികർക്കും എന്താ പറയാ മറ്റ് ശുശ്രൂഷകർക്കൊക്കെ പ്രത്യേക ഒരു സാഹചര്യത്തിൽ പോയി നമ്മൾ അതിനെക്കുറിച്ച് പിന്നീട് പറയും, വീട്ടു മാമോസയെ കുറിച്ച് പറയുമ്പോൾ പലർക്കും കൊടുക്കാൻ കഴിയും. ഇനി ആദ്യകാലങ്ങളിലൊക്കെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ, സഭാ സമൂഹം വളരെ ചെറുതായിരുന്നു. അപ്പൊ ആ സമയത്ത് മെത്രാന്മാർ തന്നെ ഈ ഏതൊരു കുഞ്ഞിന്റെയോ അല്ലെങ്കിൽ ഒരു അഡൽട്ട് ബാപ്റ്റിസ്റ്റിന്റെയോ ഒക്കെ സാഹചര്യത്തിൽ അവിടെ സന്നിഹിതരാവുകയും അവരിത് ഇത് പരികർമ്മം ചെയ്യുകയും ചെയ്യുമായിരുന്നു. കുഞ്ഞിന്റെ 8-ാം ദിവസത്തിനുള്ളിൽ തന്നെ മാമോസ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അത് വളരെ എളുപ്പമായിരുന്നു, സ്ലീഹന്മാർക്ക് അത് ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ പിന്നീട് സഭാസമൂഹം ഒത്തിരി വളർന്നു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? എല്ലാ ജനനത്തിന്റെ സമയത്തും ഇതിനൊരു വ്യത്യാസം കൂടിയുണ്ട്. പ്രത്യേകമായി മാമോസയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യപ്പെട്ടിരുന്ന ദിവസമാണ്, നമുക്ക് അതിനെക്കുറിച്ച് പറയാം. എന്നാൽ തന്നെയും ആ ദിവസം, അതായത് മാമോസ കൊടുക്കുന്ന എല്ലാ ഇൻസ്റ്റൻസുകളിലും പ്രസന്റ് ആകാൻ അഭിയുന്റെ പിതാക്കന്മാർക്ക് കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്ന പോലെ സഭ വളർന്നു. അപ്പൊ ആ സമയത്ത് എന്താ ചെയ്തത്? സഭയ്ക്ക് ഒരു കാര്യം കൃത്യമായിട്ട് അറിയാം, ഈ തൈലാഭിഷേകം നൽകേണ്ടത് മെത്രാനാണ് എന്ന് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവര് ഒരു അൺഅവോയ്ഡബിൾ ഈവിൾ സ്വീകരിച്ചു. അതായത് ഒരുമിച്ചാണ് ഒരു കുഞ്ഞിന് കിട്ടേണ്ടത്, പക്ഷേ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധ മാമോദിസ കുഞ്ഞിന് ഏറ്റവും അടുത്ത ദിവസം തന്നെ 8-ാം ദിവസമോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ അവർ കൊടുക്കുന്നു. അതിനുശേഷം മെത്രാന്റെ അജപാലന സന്ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. പിതാവ് ഇടവക സന്ദർശിക്കാനൊക്കെ അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയെ സന്ദർശിക്കാനൊക്കെ വരുന്ന സമയത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അതുവരെ മാമോസ സ്വീകരിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ അല്ലെങ്കിൽ മുതിർന്നവരൊക്കെ ഒരുമിച്ച് കാത്തിരുന്നിട്ട് ആ ദിവസം അഭിയുന്റെ പിതാവിൽ നിന്ന് ഈ 2ാമത്തെ കൂദാശ, തൈലാഭിഷേകത്തിന്റെ കൂദാശ സ്വീകരിക്കുന്നു. ഇതാണ് സംഭവിച്ചത്. അപ്പം അങ്ങനെയാണ് ഈ ആദ്യത്തെ 2 കൂദാശകൾ അകന്നുപോയത്. മാമോദിസയും സ്ഥൈര്യലേപനവും അകന്നു പോകാനുള്ള കാരണം അതാണ്. ഇനി ഇത് ഒരർത്ഥത്തിൽ ശരിയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണത്. കാരണം ഈ ശരിയായ അർത്ഥത്തിൽ തൈലാഭിഷേകം നൽകേണ്ടത് അഭിയുന്റെ പിതാവാണ് എന്ന കാരണത്താലാണ്. ഇനി ലത്തീൻ ക്രമത്തിൽ ഈ അധികാരം വൈദികർക്ക് കൈമാറി എന്ന് പറഞ്ഞാൽ പിന്നീട് ഇത് ഒരുമിച്ച് നടക്കേണ്ടതുണ്ട് എന്ന കാരണത്താൽ, അത് അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ട് ലത്തീൻ ക്രമത്തിൽ അത് പതുക്കെ വൈദികർ ശുശ്രൂഷയിലേക്ക് അത് കൈമാറി. പിന്നീട് പൗരസ്ത്യ പാരമ്പര്യത്തിലും മെത്രാന്റെ നാമത്തിൽ ചെയ്യുന്നത് പോലെ എന്ന് വെച്ചാൽ മെത്രാൻ കൂദാശ ചെയ്ത തൈലം ഉപയോഗിച്ചത് ചെയ്യുന്നു, മെത്രാന്റെ നാമത്തിലും മെത്രാന്റെ അധികാരത്തിലും ചെയ്യുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഈ മെത്രാന്റെ പ്രസൻസ് അത്രമാത്രം നീഡഡാണ്. പക്ഷേ മാമോദിസ സ്വീകരിക്കുന്ന ഒരു കുഞ്ഞിന് അതിൻ്റെ വിശ്വാസ ജീവിതം, മിശിഹായിലുള്ള ജീവിതം, സഭയിലുള്ള ജീവിതം, അത് തുടരാനുള്ള അവകാശം അത് കുറച്ചുകൂടെ ഗൗരവമുള്ളതാണ് എന്ന സഭയുടെ തിരിച്ചറിവിൽ നിന്നാണ് മാനുഷികമായ ഒരു ഡിസ്റ്റൻസിനകത്തും എന്ന് പറഞ്ഞാൽ ശാരീരികമായി മെത്രാൻ അകന്നു നിൽക്കുമ്പോഴും മെത്രാന് തൻ്റെ കരമാകുന്ന വൈദികനിലൂടെ അത് കൊടുക്കാൻ കഴിയും എന്ന് പരിശുദ്ധ സഭ മനസ്സിലാക്കുകയും മെത്രാന്റെ പ്രസൻസിനെ തന്നെ സൂചിപ്പിക്കുന്ന വിധത്തിൽ മെത്രാനാൽ ആശീർവദിക്കപ്പെട്ട വിശുദ്ധ മൂറോൻ ഉപയോഗിച്ചുകൊണ്ട് തൈലത്തിന്റെ അഭിഷേകം നൽകുകയും ചെയ്യുന്ന ക്രമം
കുറച്ചുകൂടെ ഉചിതമാണ് എന്ന് മനസ്സിലാക്കിയത്. ഇതാണ് ഇതിൻ്റെ ഒരു വളരെ പെട്ടെന്ന് പറയാവുന്ന ഒരു ആരംഭം. ഇനി നമുക്ക് ഓരോ കൂദാശയെക്കുറിച്ച് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകണം. പരിശുദ്ധ മാമോദിസയെക്കുറിച്ചാണ് കുറച്ച് കാര്യങ്ങളും പറയണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളത്. മാമോദിസ എന്ന് പറഞ്ഞാൽ എന്താണ്? ആലോചിച്ച് നോക്കിയിട്ട് എന്താണ് മാമോദിസ? പലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും മാമോദിസ എന്ന് പറഞ്ഞാൽ ഒരാളെ ക്രിസ്ത്യാനിയാക്കലാണ്. ശരിയാണ്, തീർച്ചയായിട്ടും അതെ. മാമോദിസയിൽ എന്ത് കിട്ടുന്നു എന്നതും മാമോദിസ എന്താണ് എന്നതും രണ്ട് ചോദ്യമായിട്ട് കണക്കാക്കണം. മാമോദിസയിൽ എന്താണ് കിട്ടുന്നത് എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ ഈ ചോദ്യത്തിലേക്ക് വരാം. എന്താണ് മാമോദിസയിൽ കിട്ടുന്നത്? നമ്മൾ വളരെ ചെറുപ്പം മുതൽ പഠിച്ചിട്ടുള്ളതാണ്. ഒന്നാമത്, മാമോദിസയിൽ കിട്ടുന്നത് ദൈവിക ജീവനാണ്. ദൈവിക ജീവനാണ്. എന്താണ് ഈ ദൈവിക ജീവൻ കിട്ടുന്നു എന്ന് പറയാൻ കാരണം? ലോകത്തിൽ രണ്ട് തരം ജീവനുണ്ട്. ഒന്ന് ബയോളജിക്കൽ ലൈഫാണ്. ബയോളജിക്കൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ജൈവപരമായ ജീവൻ, അതായത് എല്ലാ ജീവജാലങ്ങൾക്കുള്ള ജീവൻ. അത് ചെടികൾക്കുണ്ട്, പ്ലാന്റ് ലൈഫ് ഉണ്ട്, ആനിമൽ ലൈഫ് ഉണ്ട്, ഹ്യൂമൻ ലൈഫ് ഉണ്ട്. 3 ഗ്രേഡിലൊക്കെയാണ് ലൈഫ് എന്ന് പറഞ്ഞാൽ. പ്ലാന്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ലൈഫൊക്കെയാണ്. കുറച്ചുകൂടെ കൂടുതൽ ഡൈനാമിക്സം ഉള്ള ലൈഫാണ് ആനിമൽ ലൈഫൊക്കെ. അതിനേക്കാൾ പൂർണ്ണതയുള്ള ലൈഫാണ്, പരിപൂർണതയല്ല, കുറച്ചുകൂടെ പൂർണ്ണതയുള്ള ലൈഫാണ് ഹ്യൂമൻ ലൈഫ്. അപ്പം ജീവൻ എന്ന് പറയുന്നതിനൊക്കെ ഏതാണ്ട് സമാനമാണ്, ഒരേ ജീവനാണുള്ളത്. അതെല്ലാം ബയോളജിക്കൽ ലൈഫാണ്. ബയോളജിക്കൽ ലൈഫിന്റെ പ്രത്യേകത എന്താണ്? ഒരു പോയിന്റിൽ നിന്ന് ആരംഭിക്കും, പിന്നെ അത് വികസിക്കും, വളരും, പിന്നീട് അത് ക്ഷയിക്കും, പിന്നെ അത് നിൽക്കും. ഇത് എല്ലാ ബയോളജിക്കൽ ലൈഫിനും ബാധകമാണ്. എല്ലാ ബയോളജിക്കൽ ലൈഫും അങ്ങനെയാണ്. ഒരു മൊമെന്റിൽ ആരംഭിക്കും. അത് ചെടിയായാലും ശരി, മൃഗമായാലും ശരി, മനുഷ്യനായാലും ശരി, ഒരു മൊമെന്റിൽ നിന്ന് ആരംഭിക്കും, അത് വളരും, വികസിക്കും, എന്നിട്ട് അത് ഇല്ലാതായിത്തീരും. ഇതാണ് ബയോളജിക്കൽ ലൈഫിന്റെ പ്രത്യേകത. ഈ ബയോളജിക്കൽ ലൈഫാണ് ചെടികൾക്കും മനുഷ്യനും മൃഗങ്ങൾക്കൊക്കെ എന്ന പോലെ തന്നെ അതിൻ്റെ കുറച്ചുകൂടെ സുപ്പീരിയർ ക്വാളിറ്റിയിൽ മനുഷ്യന് ലഭിക്കുന്നത്. ഇത് കൊടുക്കുന്ന ആളുകളാണ് ആ ആളുടെ മാതാപിതാക്കൾ. അതുകൊണ്ടാണ് അവരെ മാതാപിതാക്കൾ എന്ന് വിളിക്കുന്ന അപ്പനും അമ്മയും. അവരെന്താ ചെയ്യുന്നത്? അവരുടെ ജീവന്റെ പങ്ക് കൂട്ടിച്ചേർത്തിട്ട് പുതിയൊരു ജീവൻ കൊടുക്കാൻ ദൈവം അവരെ അനുവദിക്കുന്നു. അപ്പൻ്റെ അമ്മയുടെ അണ്ടവും ബീജവും അവരുടെ ജീവന്റെ ഭാഗങ്ങളാണ്. അവയെ കൂട്ടിച്ചേർത്ത്, ലിവിങ് സെൽസ്, അവയെ കൂട്ടിച്ചേർത്ത് പുതിയൊരു ജീവൻ സൃഷ്ടിക്കാൻ ദൈവം അവരെ അനുവദിക്കുന്നു. അവരിലൂടെ ദൈവം അത് നിർവഹിക്കുന്നു. ഇനി ഈ ബയോളജിക്കൽ ലൈഫ് നമ്മൾ എന്തിനു സഹായിക്കുന്നതാണ്? അത് നമ്മളെ ചലിക്കാൻ, നിലനിൽക്കാൻ, ഭൂമിയിൽ നിലനിൽക്കാനൊക്കെ സഹായിക്കുന്നതാണ് ഈ ബയോളജിക്കൽ ലൈഫ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ തൃശ്ശൂർ പ്രദേശങ്ങളിലൊക്കെ ആളുകൾ മരിച്ചു പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്കൊക്കെ ഉണ്ട്. ഇങ്ങനെ അപ്പാപ്പൻ വടിയായി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. വടിയായി എന്ന് പറഞ്ഞാൽ എന്താ? അതുവരെ ചലിച്ചുകൊണ്ടിരുന്ന അപ്പാപ്പൻ ഇപ്പോൾ വടിയായിട്ടാണ് ഇരിക്കുന്നത്, ഇങ്ങനെ കൃത്യ പോലെ തന്നെ ഇരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഇവർ ഈ തൃശ്ശൂർക്കാരിത് പറയുന്നത്. സംഭവം ശരിയാണ്. അതായത് ചലിക്കുന്ന ജീവൻ വിട്ടുപോയി എന്നാണ് അതിൻ്റെ അർത്ഥം. ചലിപ്പിക്കുന്ന ജീവൻ വിട്ടുപോയി. ചലിപ്പിക്കുകയും വളർത്തുകയും ഒക്കെ ചെയ്യുന്നതാണ് ഈ ബയോളജിക്കൽ ലൈഫിന്റെ പ്രാധാന്യം. ഈ ബയോളജിക്കൽ ലൈഫ് തരുന്ന പേരൻസ് നമുക്ക് അത്രമാത്രം പ്രധാനപ്പെട്ടതാണ്, അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ പള്ളിക്കൂടത്തിലൊക്കെ പിള്ളേരെ എപ്പോഴും ഇടിയുണ്ടാക്കുന്നത് ഈ അപ്പനെ വിളിച്ചോടാ നീ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും വലിയൊരു വികാരമൊക്കെയാണ്. നമ്മുടെ അപ്പൻ, അമ്മ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും വലിയ വികാരം. എന്താണ് അതിന്റെ കാരണം? അവര് നമുക്ക് അവരുടെ ജീവൻ തന്നു, അവരുടെ ജീവൻ നമ്മളെ പങ്കുചേർത്തു എന്നാണ് അതിന്റെ കാര്യം. ഇനി ദൈവം എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ അപ്പനും അമ്മയും ജീവൻ കൊടുത്ത ഒരു കൊച്ചിനെ നമ്മൾ ദേവാലയത്തിൽ കൊണ്ടുവരും. എന്നിട്ട് മറ്റൊരു ജീവൻ കൊടുക്കാൻ പോവുകയാണ്. ആ ജീവൻ കൊടുക്കാൻ പോകുന്ന ആ സമയത്ത് ഈ കുഞ്ഞിനെ സംവഹിക്കുന്നത് മാതാപിതാക്കളല്ല. അവർ മിണ്ടാണ്ട് മാറി നിൽക്കുക ചെയ്യുന്നത്. അവരുടെ റോള് കഴിഞ്ഞു. ഇനി അതിനേക്കാൾ ഗൗരവമുള്ള ഒരു സ്ഥാനം, ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നതുകൊണ്ട് ആ സ്ഥാനത്ത് നിൽക്കുന്ന വേറെ 2 പേരാണ്. തലതൊട്ടപ്പനും തലതൊട്ടമ്മയും എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് കുറച്ചുകൂടെ ഈ അർത്ഥത്തിൽ മീനിങ് ഫുൾ ആണ്. ഗോഡ് പാരൻസ് എന്ന് പറയും. ദൈവം ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ പോകുന്നതിന്റെ സാക്ഷികളോ മാധ്യമമോ ആയി നിൽക്കുന്ന പാരൻസ് എന്നാണ് അതിന്റെ അർത്ഥം. ഇവരെന്താ ചെയ്യുന്നത്? അല്ലെങ്കിൽ അവിടെ വെച്ച് ദൈവം എന്താ ചെയ്യുന്നത്? ഈ ബയോളജിക്കൽ ലൈഫ് മാതാപിതാക്കൾ കൊടുത്ത ഒരു കുഞ്ഞിനെ പരിശുദ്ധ മാമോദിസ തൊട്ടിയുടെ അടുത്ത് കൊണ്ടുവരുന്നു. അവിടെ വെച്ച് ദൈവം തൻ്റെ ജീവൻ ആ കുഞ്ഞിന് കൊടുക്കും. അതുകൊണ്ടാണ് മാമോദിസ തൊട്ടിക്ക് ഒരു വലിയ മനോഹരമായ പേരുണ്ട്. തിരുസഭയുടെ ഗർഭപാത്രം എന്നാണ് അതിൻ്റെ പേര്. തിരുസഭയുടെ ഗർഭപാത്രം. അത് ഭയങ്കര അർത്ഥപൂർണമായ ഒരു പേരാണ്. കാരണം അവിടെ നിന്നാണ് നമ്മൾ ജനിക്കുന്നത്. ഈ മാമോദിസ തൊട്ടിയൊരു വലിയൊരു ബന്ധവും സ്നേഹവും ഒക്കെ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. നിങ്ങൾ ദേവാലയത്തിലൊക്കെ പോകുമ്പം പ്രാർത്ഥിക്കാറുണ്ടെന്ന് എനിക്കറിയാം. ചിലപ്പോൾ പരിശുദ്ധ മറിയത്തിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നവരുണ്ടാവും, ഔസേപ്പിതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നവരുണ്ടാവും, സക്രായുടെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുന്നവരുണ്ടാവും, അങ്ങനെയൊക്കെ പല വിധത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടാവും. പക്ഷേ ഞാൻ റെയറസ്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ളൂ മാമോദിസ തൊട്ടിയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നവർ. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. മാമോദിസ തൊട്ടി നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിനേക്കാൾ വലുതാണ്. അമ്മയുടെ ഗർഭപാത്രമൊക്കെ വലുതാണ്. തിരുപ്പട്ട കൂദാശ പരികർമ്മം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? നിയുക്ത വൈദികൻ, നവവൈദികൻ, അദ്ദേഹം ആർച്ച് ഡീക്കനാൽ അനുഗതനായി ബലിപീഠം ചുംബിച്ച് മാമോദിസ തൊട്ടിയുടെ അടുത്തേക്ക് പോകും. അലങ്കരിച്ചൊരുക്കിയിരിക്കുന്ന മാമോദിസ തൊട്ടിയെ ഈ വൈദികാർത്ഥി ആശ്ലേഷിച്ച് സ്നേഹത്തോടെ ചുംബിക്കും.
തനിക്ക് ജന്മം നൽകിയ അമ്മയുടെ ഉദരത്തെ ചുംബിക്കുന്നത് പോലെയാണ് അത്. അത്രയും സ്നേഹവായ്പോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവിടെ നിന്നാണ് നമ്മൾ ജനിച്ചത്. നമ്മൾ മാത്രമല്ല, പരിശുദ്ധ സഭ മുഴുവനും ജനിച്ചത്. നമ്മളെപ്പോലെ സഭയുടെ അംഗങ്ങൾ എല്ലാവരും ജനിച്ചത് അവിടെ നിന്നായതുകൊണ്ട് ആണ് ആ മാമോദിസ തൊട്ടി വെറും ഒരു കല്ലിന്റെ ഒരു ഭരണിയല്ല. അത് പരിശുദ്ധ മാമോദിസയുടെ തൊട്ടി നമ്മുടെ ജന്മത്തിന്റെ ഇടമായിരിക്കുന്നത്, ഗർഭപാത്രമായിരിക്കുന്നു. ഒരമ്മയുടെ ഉദരത്തോടുള്ള സ്നേഹമാണ് ശരിക്കും അത്. എന്ന് വെച്ചാൽ മാമോദിസ തൊട്ടിയെ സ്നേഹിക്കാത്ത ഒരാൾക്ക് തിരുസഭയെ സ്നേഹിക്കാൻ പറ്റില്ല. തിരിച്ച് തിരുസഭയോട് തീവ്രമായ സ്നേഹമുള്ള ഒരാൾക്ക് പരിശുദ്ധ മാമോദിസ തൊട്ടി കാണുമ്പോൾ വല്ലാത്ത ആത്മബന്ധവും സ്നേഹവും അനുഭവപ്പെടും. അത് ഇല്ലാത്ത ഒരാൾ ഒരു അമ്മയുടെ വയറിനെ തള്ളിക്കളയുന്ന ഒരാളെ പോലെ തന്നെയാണ്. മാമോദിസ തൊട്ടിയോടുള്ള സ്നേഹം നമ്മൾ പരിശുദ്ധ സഭയിൽ വളരെ കാര്യമായി വളർത്തേണ്ടതുണ്ട്. അത് ശരിക്കും തിരുസഭയോടുള്ള സ്നേഹമായിട്ട് ഒരാളിൽ മാറും. മാമോദിസ തൊട്ടിയൊക്കെ ഒന്ന് പോയി തൊട്ട് ചുംബിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. പട്ടത്തിൻ്റെ അച്ഛൻ ചുംബിക്കുന്നത് മാത്രമല്ല, നിങ്ങൾക്കും അതൊക്കെ ആരും കാണാത്ത സമയത്തൊക്കെ പോയി അടുത്ത് പോയി ഒന്ന് കർത്താവ് ഇവിടെ നിന്നാണല്ലോ ഞാൻ ജനിച്ചത്, എന്ത് സ്നേഹമാണ് എനിക്ക് തന്നത് എന്നൊക്കെ ഒന്ന് ഓർത്ത് അതിനെ ഒന്ന് തൊട്ടുമുത്തുകയൊക്കെ ചെയ്യുന്നത് എപ്പോഴും ഉചിതമായ ഒരു കാര്യമാണെന്നാണ് ഞാൻ പറയുള്ളൂ. അത് ഒരു കൂദാശയുടെ പരിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യുന്ന അൾത്താരയ്ക്ക് സമാനമായി മറ്റൊരു കൂദാശ പരികർമ്മം ചെയ്യുന്ന ഒരു അൾത്താര കൂടിയാണ് ഈ മാമോദിസ തൊട്ടി. അതുകൊണ്ട് അതിനോടുള്ള ബന്ധം നമ്മുടെ ഒരു വൈകാരിക ബന്ധമായി മാറണം. അത് നമ്മൾ ശീലിക്കുകയും ചെയ്യണം, നമ്മളത് ശീലിപ്പിക്കുകയും ചെയ്യണം എന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് പോലും എപ്പോഴും ഓർക്കാറൊക്കെ ഉള്ളത്. അപ്പം അവിടെ വെച്ച് എന്ത് ചെയ്യും ദൈവം? ഈ മാതാപിതാക്കൾ ഈ കുഞ്ഞിന് ബയോളജിക്കൽ ജീവൻ കൊടുത്തെങ്കിൽ ദൈവം അവിടെ വെച്ച് തൻ്റെ ജീവൻ ആ കുഞ്ഞിന് കൊടുക്കും. എന്തൊരു അത്ഭുതകരമായ കാര്യം എന്ന് ഓർത്ത് നോക്കി. ദൈവം ആ കുഞ്ഞിന് തൻ്റെ ജീവൻ നൽകും. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ജീവന്റെ പ്രത്യേകത എന്താണ്? ആ ജീവൻ എറ്റേണൽ ലൈഫാണ്. അതിന്റെ പേര് നിത്യജീവൻ എന്നാണ്, ദൈവിക ജീവൻ. നമ്മൾ വളരെ ലൈറ്റായിട്ട് വേദപാഠം പഠിക്കുന്ന സമയത്ത് ദൈവിക ജീവൻ ലഭിക്കുന്നു എന്നങ്ങ് പറഞ്ഞു പോവുകയാണ്. അത് ആ ജീവൻ ദൈവത്തിന്റെ ജീവനാണ്. ദാറ്റ്സ് എറ്റേണൽ ലൈഫ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്നറിയാമോ? മാതാപിതാക്കൾ കൊടുക്കുന്ന ഈ ജീവൻ ബയോളജിക്കൽ ജീവനാണ്, അത് വളർന്നിട്ട് ഒരു ദിവസം നശിക്കും. എന്നാൽ ദൈവം തൻ്റെ ജീവൻ കൊടുക്കുമ്പോൾ ആ ജീവൻ നിത്യതയിൽ നിലനിൽക്കും. നമ്മൾ സാധാരണ ആളുകളോട്, പിള്ളേരോടൊക്കെ ചോദിച്ചു നോക്കിയേ, എപ്പോഴാണ് ഒരാൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും യുഗാന്ത്യത്തിലായിരിക്കും, അല്ലെങ്കിൽ മിശിഹായുടെ രണ്ടാമത്തെ ആഗമനത്തിലായിരിക്കും എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഒരാൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത് പരിശുദ്ധ മാമോദിസയിലാണ്. ദൈവം തൻ്റെ ജീവൻ ഒരു കുഞ്ഞിന് കൊടുത്താൽ പിന്നെ ആ കുഞ്ഞ് ദൈവത്തോടൊത്ത് നിലനിൽക്കും. പരിശുദ്ധ മാമോദിസ സത്യത്തിൽ ഒരു ബഡ്ഡിങ് ആണ്. നമുക്ക് പിന്നീട് പറഞ്ഞ പക്ഷേ എന്നാലും ബഡ്ഡിങ് ആണ്. എന്താണ് സംഭവിക്കുന്നത്? മിശിഹായുടെ ശരീരത്തോട് നമ്മളാകുന്ന ബ്രാഞ്ചിനെ ഒട്ടിച്ചു ചേർക്കുന്ന പ്രവൃത്തിയാണ് പരിശുദ്ധ മാമോദിസ. മിശിഹായാകുന്ന ബ്രാഞ്ച് എന്ന തായ്തടിയോട് നമ്മെ ഒട്ടിച്ചു ചേർക്കുന്ന, അങ്ങനെ ഒരു ശരീരമായി തീരുന്ന പ്രവൃത്തിയാണ് പരിശുദ്ധ മാമോദിസ. അങ്ങനെ ഒട്ടിച്ചേർന്ന് കഴിയുമ്പോഴാണ് നമ്മൾ അതിന്റെ ഭാഗമാകുന്നത്. അതിനെക്കുറിച്ചാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ മിശിഹാ പറഞ്ഞത്, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും നിങ്ങൾ അതിൻ്റെ ശാഖകളുമാണ്. തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കാത്ത ശാഖ ഫലം പുറപ്പെടുവിക്കുകയില്ല, അത് ഉണങ്ങിപ്പോകും, കരിഞ്ഞു പോകും. നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുവിനെന്ന് ഈശോ മിശിഹാ പറഞ്ഞു. ഈ എന്നോട് ചേർന്ന് നിൽക്കേണ്ടത് എങ്ങനെയെന്ന് ഒരുപക്ഷെ അന്ന് കേട്ടവർക്ക് മനസ്സിലായില്ല. ഈശോ പിന്നീടത് വ്യക്തമാക്കി. എങ്ങനെ? ഈ മാമോദിസ സ്ഥാപിച്ചുകൊണ്ട്. എന്താണ് മാമോദിസ എന്ന് പറയുമ്പോൾ നമുക്കിത് മനസ്സിലാവേ, അന്നേരം നമുക്ക് വീണ്ടും കണക്ട് ചെയ്യാം. മാമോദിസ സ്ഥാപിച്ചുകൊണ്ടാണ് എങ്ങനെയാണ് ഈ ശാഖകൾ തായ്തണ്ടിൽ വസിക്കേണ്ടത് എന്ന് നമ്മെ പഠിപ്പിച്ചു. അവിടുന്ന് അരുൾ ചെയ്തു, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ്, അതാണ് ക്രിസ്ത്യാനിറ്റി. അതല്ലാതെ വെറുതെ ഒരു മതത്തിന്റെ അംഗമാകലല്ല. മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ്, മിശിഹായുടെ ഗാത്രത്തിൽ വസിക്കുകയും മിശിഹ നിന്നിൽ വസിക്കുകയും ചെയ്യുന്ന മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ് ആണ് ക്രിസ്ത്യാനിറ്റി. അതാണ് മാമോദിസയിൽ നടക്കുന്നത്. പരിശുദ്ധ മാമോദിസയിൽ ഒരു കുഞ്ഞിന് ദൈവം കൊടുക്കുന്നത് അതാണ്. മിശിഹ അവനെ തന്നിലേക്ക് ചേർക്കുകയും മിശിഹ അവനിൽ വസിക്കുകയും ചെയ്യും. അതുകൊണ്ട് വളരെ ചെറിയൊരു ന്യൂവാൻസ് ഉണ്ട്. എന്താണെന്നറിയാമോ? ത്രിത്വത്തിന്റെ നാമത്തിലാണ് മാമോദിസ കൊടുക്കുന്നത് നമുക്കറിയാം. ആദിമ സഭയില് സ്ലീഹന്മാരുടെ കാലഘട്ടത്തിൽ മാമോദിസ കൊടുത്തിരുന്നത് ഈശോ മിശിഹായുടെ നാമത്തിലാണ്. കർത്താവായ ഈശോയുടെ നാമത്തിൽ നീ മാമോദിസ മുഖപ്പെടുന്നു എന്നാണ്. അപ്പൊ നമുക്ക് തോന്നുന്നത് അപ്പൊ ത്രിത്വം ഇല്ലേ? അതിന്റെ കാരണം ഇതാണ്. ഈശോ മിശിഹായിൽ വസിക്കുന്ന ഒരാൾ ഈശോ മിശിഹ വഴി ത്രിത്വത്തിലാണ് വസിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും
ഒരു ദൈവമാണ് എന്ന് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ഈശോ മിശിഹായിലേക്ക് ഉൾച്ചേരുന്ന ഒരു വ്യക്തി ത്രിത്വത്തിലേക്കാണ് ഉൾച്ചേരുന്നത്. അഥവാ മിശിഹായാൽ മാമോസ നൽകപ്പെടുന്ന ഒരു വ്യക്തി ത്രിത്വത്താലാണ് മാമോസ മുക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ടാണ്. പിന്നീട് അതിനെ കുറച്ചുകൂടെ വ്യക്തമാക്കാൻ വേണ്ടി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ മാമോസ മുക്കപ്പെടുന്നു എന്ന് അതിനെ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ് ശരി. അല്ലാത്ത പക്ഷം ഇത് മാത്രം പറഞ്ഞാൽ പോലും ശരിയായിരുന്നു എന്നാണ് ആദ്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ, ഞാൻ ടെക്സ്റ്റുകൾ എടുത്ത് വായിക്കുന്നില്ല, ടെക്സ്റ്റുകൾക്കകത്തൊക്കെ കർത്താവ് ഈശോയുടെ നാമത്തിൽ മാമോസ സ്വീകരിക്കുന്നു എന്ന വാക്കുകൾ തന്നെ ഉപയോഗിക്കുന്നതിൻ്റെ പശ്ചാത്തലം അതാണ്. ഇനി എന്താ സംഭവിക്കുന്നത്? ദൈവത്തിന്റെ ജീവൻ കൊടുക്കുന്നു. ആ നിമിഷം മുതൽ ആ കുഞ്ഞ് ദൈവത്തിലാണ് വസിക്കുന്നത്, മിശിഹായിലാണ് വസിക്കുന്നത്. അതുകൊണ്ട് ആ കുഞ്ഞ് മിശിഹ നിലനിൽക്കുവോളം നിലനിൽക്കും. മിശിഹ നിലനിൽക്കോളം എന്ന് പറഞ്ഞാൽ എറ്റേണിറ്റിയിൽ നിലനിൽക്കും എന്നാണ് സത്യം. അപ്പൊ അതുകൊണ്ട് നിത്യജീവൻ ഒരാൾ പ്രാപിക്കുന്നത് പരിശുദ്ധ മാമോദീസയിലാണ്. അതാണ് അതിന്റെ സത്യം. പിന്നെ അത് കളയാതെ സൂക്ഷിച്ചാൽ മാത്രം മതി. അല്ലാണ്ട് മരിച്ചടക്കപ്പെട്ടിട്ട് പിന്നെ ഒരു സ്ഥലത്ത് നമ്മൾ നിത്യജീവൻ പ്രാപിക്കുകയല്ല ചെയ്യുന്നത്. നിത്യജീവൻ ആരംഭിക്കുന്നത് പരിശുദ്ധ മാമോസയിലാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കുദാശ പരിശുദ്ധ മാമോസയാണ്. ജീവൻ കിട്ടിയാലേ ബാക്കി എന്തെങ്കിലും ചെയ്യുന്നതിനകത്ത് അർത്ഥം ഉണ്ടാവുള്ളൂ. പരിശുദ്ധ മാമോദീസയാണ്. ദൈവം തൻ്റെ ജീവൻ കൊടുക്കും. അതുകൊണ്ടാണ് മാമോസ സ്വീകരിച്ച ഒരു വ്യക്തി പിന്നീട് ഒരിക്കലും മരിക്കുകയില്ല എന്ന് നാം അറിയുന്നത്. മാമോസ സ്വീകരിച്ച ഒരു വ്യക്തി ഒരിക്കലും മരിക്കുകയില്ല, നിത്യജീവനിലേക്ക് ആൾ പ്രവേശിക്കും. ആ ജീവനാണ് ദൈവം കൊടുക്കുന്നത്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ആദ്യം പറഞ്ഞു അപ്പനും അമ്മയും കൂടി തൻ്റെ ജീവൻ കൊടുക്കുന്ന ഒരു കൊച്ചിന് തൻ്റെ അപ്പൻ എന്തുമാത്രം വലുതാണ് അല്ലേ? അപ്പൻ എന്തുമാത്രം വലുതാണ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ദൈവം തൻ്റെ ജീവൻ കൊടുക്കുമ്പോൾ ഈ കുഞ്ഞിന്റെ യഥാർത്ഥ അപ്പനായി ദൈവം മാറും. ദൈവം എൻ്റെ പിതാവാണ് എന്ന് പറയുന്നത് ആലങ്കാരികമായിട്ടല്ല. എന്ന് വെച്ചാൽ മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവാണെന്ന് പറയുന്നത് അതൊരു സിംബോളിക് എന്ന് വെച്ചാൽ അദ്ദേഹം അല്ല ഇന്ത്യക്ക് ജന്മം കൊടുക്കുകയും ചെയ്തു, പക്ഷെ പിതൃസ്ഥാനം നിൽക്കുന്ന അർത്ഥമുള്ളൂ. അതുപോലെ ഒരു പിതൃസ്ഥാനത്ത് നിൽക്കുകയല്ല ദൈവം ചെയ്യുന്നത്. അപ്പൻ തൻ്റെ ജീവൻ കൊടുത്തുവെങ്കിൽ അതിനേക്കാൾ ഗൗരവമുള്ള വലിയ ജീവൻ, പൂർണ്ണതയുള്ള ജീവൻ, ആ ജീവനാണ് മിശിഹ അവന് കൊടുക്കുന്നത്. അത് സ്വീകരിക്കുന്ന ആ കുഞ്ഞിന് ദൈവമാണ് പിതാവ്. ചുമ്മാതല്ല ദൈവം ആബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് അവകാശം തന്നത്. ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെ നമുക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്: ദൈവം നമുക്ക് പിതാവായി മാറണം. അത് ആലങ്കാരികമായിട്ടല്ല. എന്ന് വെച്ചാൽ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. സകല ജനത്തിനും ദൈവത്തിന്റെ മക്കളല്ല എല്ലാവരും എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ദൈവമക്കളല്ല, എല്ലാ മനുഷ്യരും ദൈവമക്കളല്ല, അങ്ങനെയൊക്കെയാണ്. പക്ഷെ അത് ആലങ്കാരികമായിട്ടോ പ്രതീകാത്മകമായിട്ടാണ്. ലിറ്ററലി ദൈവത്തിന്റെ മക്കളാകുന്ന ഒരാൾ ദൈവത്തിന്റെ മകളാകുന്നത് പരിശുദ്ധ മാമോദിസയിലൂടെ മാത്രമാണ്. അതുകൊണ്ടാണ് മാമോദിസ കൂടാതെ രക്ഷയില്ല എന്ന് പരിശുദ്ധ സഭ പഠിപ്പിക്കുന്നത്, സുവിശേഷം പഠിപ്പിക്കുന്നത്. നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ മാമോദിസ നൽകുവിൻ, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ രക്ഷപ്പെടുകയില്ല എന്നാണ് ഈശോ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, സുവിശേഷ പ്രഘോഷണം എല്ലാം മാമോദിസയിൽ പൂർത്തീകരിക്കുന്നതാകണം. അല്ലാതെ നിന്റെ ഉള്ളിൽ ഈശോ ഉണ്ടല്ലോ, നീ അതുമായിട്ട് ജീവിക്കുക, സാഹചര്യം ഒക്കെ നമുക്ക് പ്രതികൂലമാണ് എന്ന് നമുക്ക് ഉപദേശിക്കാൻ പറ്റില്ല. കാരണം രക്തസാക്ഷികൾ ജീവൻ കൊടുത്തുപോലെ സംരക്ഷിച്ച ആ വിശ്വാസം, അതായിരിക്കണം നമ്മൾ കൊടുക്കേണ്ട മാതൃക. അതുകൊണ്ട് മാമോസ സ്വീകരിക്കണം, നീ ഈശോയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്ന് തന്നെ നമ്മൾ തീർത്ത് പറയാൻ ബാധ്യസ്ഥരാണ്, അതിന്റെ എല്ലാ ചലഞ്ചസും നിലനിൽക്കുമ്പോൾ തന്നെ എന്നാണ് കാര്യം. പറഞ്ഞു വന്നത് എന്താണ്? ദൈവത്തിന്റെ ജീവൻ ലഭിക്കുന്നു, നിത്യജീവൻ പ്രാപിക്കുന്നു. രണ്ടാമത്തെ എന്താണ്? അതുകൊണ്ട് തന്നെ ദൈവമക്കളായിത്തീരുന്നു. അല്ല, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. മൂന്നാമത്തെ എന്താണ്? അതുകൊണ്ട് തന്നെ മിശിഹായുടെ ശരീരത്തിന്റെ അവയവമാകുന്നു. ചിലപ്പോഴൊക്കെ നമ്മൾ അറിയാതെ പറയാറുള്ളൂ, അല്ലെങ്കിൽ ആദ്യകാലത്തെ വേദപാഠ പുസ്തകത്തിനകത്ത് എഴുതിയിരുന്നു അങ്ങനെയാണ്, സഭയുടെ അംഗമാകുന്നു എന്നാണ്. കേൾക്കുന്ന ഒരു കൊച്ചിന് തെറ്റൊന്നുമില്ല, പക്ഷെ കേൾക്കുന്ന ഒരു കൊച്ചിന് തോന്നാവുന്നത് ഒരു ക്ലബിൽ മെമ്പർഷിപ്പ് എടുക്കുന്നു എന്നൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തിനകത്ത് അംഗമാകുന്നു എന്നൊക്കെയാണ്. അങ്ങനെയല്ല, മിശിഹായുടെ ശരീരത്തിന്റെ അവയവമായി ഒട്ടിച്ചേർക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. അപ്പൊ ഇതൊക്കെയാണ്, ഇങ്ങനെ തുടങ്ങുന്ന കുറേ നന്മകളാണ്, ഫലങ്ങളാണ്, പരിശുദ്ധ റൂഹായുടെ സാന്നിധ്യവും സഹായവും ഒക്കെ കൊച്ചിന് കിട്ടും. ഇതൊക്കെയാണ് മാമോദിസയിൽ ലഭിക്കുന്നത്. ഇനി മാമോദിസയിൽ എന്താണ് സംഭവിക്കുന്നത്? സംഭവിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരു വാചകത്തിൽ അത് പറയാൻ പറ്റുമെങ്കിൽ എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ആർക്കെങ്കിലും അത് പറയാമെങ്കിൽ പറയാം. എന്താണ് പരിശുദ്ധ മാമോദിസയിൽ സംഭവിക്കുന്നത് എന്നറിയാമോ? ദൈവമക്കളാകുന്നു. ഓക്കെ, വെരി ഗുഡ്. വേറെ എന്തെങ്കിലും? എന്താണ് അവിടെ നടക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് ഈ മാമോദിസ? അതാണ് ശരിയായ ഉത്തരം. അതാണ് ശരി. എനിക്കത് കേൾക്കാൻ ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ്. ആര് പഠിപ്പിച്ചു? റോമാലേഖനം 6-ാമത്തെ അധ്യായം 3-ാം തിരുവചനം. 6-ാം അധ്യായം 3-ാം തിരുവചനം, റോമാലേഖനം 6:3 വായിക്കാമെങ്കിൽ വായിച്ചോ. ഈശോ മിശിഹായോട് ഐക്യപ്പെടാൻ മാമോദിസ സ്വീകരിച്ച നാം എല്ലാവരും. അപ്പൊ മാമോദിസയുടെ ഉദ്ദേശം എന്താണ്? മിശിഹായോട് ഐക്യപ്പെടുക എന്നുള്ളതാണ്.
നമ്മൾ അറിയണം, മിശിഹായോട് ഐക്യപ്പെടാനുള്ള മാർഗം മാമോദീസയാണ്. പലപ്പോഴും നമ്മൾ മിശിഹായോട് ഐക്യപ്പെടാനുള്ള മാർഗം എന്ന വിധത്തിൽ അവതരിപ്പിക്കാറുള്ളത് എന്തിനെയൊക്കെയാണെന്നറിയോ? നല്ല പ്രവർത്തികൾ ചെയ്യൽ, ഈശോയെ സ്നേഹിക്കൽ തുടങ്ങിയ കുറേ കാര്യങ്ങളാണ്. അടിസ്ഥാനപരമായി പരിശുദ്ധ മാമോദീസയിലാണ് ഒരാൾ മിശിഹായോട് ഐക്യപ്പെടുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഐക്യപ്പെടൽ നടക്കുന്നത്? തുറന്നു വായിക്കാവോ? സ്വീകരിച്ച നാം എല്ലാവരും 1. അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് മാമോദീസ സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അപ്പൊ മാമോദീസ എന്ന് പറയുന്നത് ഒന്നാമതായി മരിക്കലാണ്, മിശിഹായോടുകൂടെ മരിക്കലാണ്. ഒരു കുഞ്ഞിനെ മാമോദീസ മുഖായിട്ട് കൊണ്ടുപോകുമ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം, ഈ കുഞ്ഞിനെ മരിക്കാൻ കൊണ്ടുപോവുകയാണ് എന്ന് പറയാം. ഇത് കേൾക്കാത്ത ആളുകൾ നിങ്ങളെ പിടിച്ചിടിച്ചാൽ എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല, പക്ഷേ ഇതാണ് അതിന്റെ സത്യം. ഈ കുഞ്ഞിനെ മരിക്കാൻ കൊണ്ടുപോവുകയാണ് എന്ന് പറയാം, ഒരു തെറ്റുമില്ല. മിശിഹായോടൊത്ത് മരിക്കാനാണ് മാമോദീസ സ്വീകരിക്കുന്നത്. ഇനി മരിക്കുക മാത്രമല്ല, രണ്ടാമത്തെ എന്താണെന്നറിയാമോ? തുറന്നു വായിക്കാം. അങ്ങനെ അവന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. മരിക്കുക മാത്രമല്ല, അടക്കാനും കൂടിയാണ് കുഞ്ഞിനെ കൊണ്ടുപോകുന്നതെന്ന് വേണം പറയാൻ. മരിക്കുക മാത്രമല്ല, അടക്കാനും കൂടിയാണ് കൊണ്ടുപോകുന്നത് എന്ന് വേണം പറയാൻ. കേൾക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഭയങ്കര വിഷമം. ഞങ്ങളുടെ കൊച്ചിനെ ഉണ്ടായ കൊച്ചിനെ മരിക്കാനും അടക്കാനും കൊണ്ടുപോകുവാണോ എന്ന് വിചാരിക്കും. തീർന്നില്ല. മൂന്നാമത്തെ എന്താണ്? മിശിഹ മരിച്ചതിനു ശേഷം പിതാവിന്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ്. മിശിഹ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും നിത്യജീവൻ നയിക്കേണ്ടതിനാണ്, പുതിയ ജീവൻ നയിക്കേണ്ടതിനാണ് നാം അവനോടുകൂടെ മരിക്കുകയും അടക്കപ്പെടുകയും ഉയർക്കുകയും ചെയ്തു. മരിക്കലും അടക്കലും ഉയർക്കലുമാണ് പരിശുദ്ധ മാമോദീസ. ശ്രദ്ധിക്കണം, മരിക്കലും അടക്കലും ഉയർക്കലുമാണ് മാമോദീസ. ഈശോ മിശിഹായുടെ മാമോദീസ മിശിഹായുടെ മരണവും സംസ്കാരവും ഉത്ഥാനവുമാണ്. അതുകൊണ്ടാണ് ഈശോ ആദ്യം മാമോദീസ സ്വീകരിക്കുന്നുണ്ട്, അല്ലെ? സ്നാപകൻ എന്ന് മാമോദീസ. പക്ഷെ ഈശോ പിന്നീട് പറയുകയാണ്, എനിക്കൊരു മാമോദീസ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഈശോ പറയാണ്, ഈശോ അവരോട് ചോദിക്കുകയാണ്, എന്നോട് കൂടെ ഈ മാമോദീസ സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ഈശോ ചോദിക്കുന്നു. ഈശോ ഉദ്ദേശിക്കുന്ന മാമോദീസ എന്താണ്? അവിടുത്തെ മരണമാണ്, സംസ്കാരമാണ്, ഉത്ഥാനമാണ്. ഇതാണ് മാമോദീസ. ഒരു കുഞ്ഞിന് മാമോദീസ കൊടുക്കുമ്പോൾ മിശിഹായോടൊത്ത് മരിക്കലും അടക്കലും ഉയർക്കലുമാണ്. പലപ്പോഴും ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ധാരണയാണ് നമുക്ക് പല ആളുകൾക്കൊന്നും ഇല്ലാത്തത്. മാമോദീസയിൽ എന്താ നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കുറെ കാര്യം നടക്കുന്നു എന്നൊക്കെ ആളുകൾ പറയണം. പക്ഷേ മിശിഹായോടൊത്ത് മരിക്കുന്നു, അവനോടുകൂടെ അടക്കപ്പെടുന്നു, എന്നിട്ട് അവനോടുകൂടെ ഉയർക്കുന്നു. ഇതാണ് മാമോദീസയിൽ സംഭവിക്കുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാമോദീസ മുക്കുക എന്നാണ് നമ്മൾ പറയാറ്, അല്ലെ? മാമോദീസ വെള്ളം തെളിക്കുക എന്നല്ല. ചിലപ്പോഴൊക്കെ നമ്മൾ മാമോദീസ വെള്ളം തലയിൽ വീണവൻ എന്നൊക്കെയുള്ള പ്രയോഗങ്ങളൊക്കെ നടത്താം. മാമോദീസ മുങ്ങുക എന്ന് തന്നെ പറയണം. അതിന് ഏത് രൂപം ഉപയോഗിച്ചാലും ഏറ്റവും ശരിയായത്, അതിന്റെ ഏറ്റവും ഉചിതമായ മാമോദീസ മുങ്ങൽ രൂപം ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. മാമോദീസ തൊട്ടിക്കകത്ത് വെള്ളം നിറച്ച് കുഞ്ഞിനെ അതിൽ മുക്കിപ്പൊക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതമായ രീതി. എന്താണ് അതിന്റെ അർത്ഥം എന്നറിയോ? അവിടെയാണ് മാമോദീസ അതിന്റെ സകല അടയാളങ്ങളിലും പ്രതീകങ്ങളിലും പൂർണ്ണമാകുന്നത്. അടയാളങ്ങളിലും പ്രതീകങ്ങളിലും പൂർണ്ണമാകുന്നു. എങ്ങനെയാണത്? നിങ്ങൾ അതിന്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എന്താ സംഭവിക്കുന്ന അറിയാമോ? മരിക്കുന്ന ഒരു വ്യക്തിയെ അടക്കുന്നത് പോലെ മണ്ണിനടിയിലേക്ക് താഴ്ത്താൻ പറ്റില്ലാത്തതുകൊണ്ട് ജലോപരിതലത്തിൽ നിന്ന് അതിന്റെ ആഴത്തിലേക്ക് ആഴ്ത്തുന്നു, എന്നിട്ട് അവിടെ നിന്ന് ഉയർക്കുന്നത് പോലെ ഉയർത്തുന്നു. ഈശോ മിശിഹായുടെ കൂടെ പാപത്തിൽ മരിച്ച ഒരു കുഞ്ഞ് അടക്കപ്പെടുന്നു, അവിടെ നിന്ന് ഉയർക്കുന്നു, നിത്യജീവനിലേക്ക് ഉയർക്കുന്നു. അതുകൊണ്ട് ഈ മരിക്കലും അടക്കലും ഉയർക്കലുമാണ് മാമോദീസ. നിങ്ങൾ പുറത്ത് അന്വേഷിച്ച് നോക്കി, ഒരു നല്ലൊരു ശതമാനം ആളുകൾക്ക്, ഒരുപക്ഷെ 99% ആളുകൾക്ക് ഈ മാമോദീസ മുക്കലിന്റെ അർത്ഥം എന്താണ്, അതിന്റെ പ്രതീകാത്മക അർത്ഥം എന്താണെന്ന് അറിയണമെന്നില്ല എന്നാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത് കേട്ടോ. നമ്മൾ UK-കാരൊക്കെ എക്സെപ്ഷൻസ് ആയിരിക്കാം, തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതൽ പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട്. ഇനിവേ, മിശിഹായുടെ കൂടെ അടക്കപ്പെടുന്ന, സംസ്കരിക്കപ്പെടുന്ന, ഉത്ഥാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മാമോദീസ സ്വീകരിക്കുന്ന ഒരു വ്യക്തി. ഇതാണ് അതിന്റെ അന്തസത്ത. ഇനി ഇതിനകത്ത് ഒത്തിരി കാര്യത്തെക്കുറിച്ച് പറയാനുണ്ട്. ഈ തലതൊട്ടപ്പനും തലോട്ടമ്മയും ഇവരുടെ ദൗത്യം എന്താണ്? ഈ കുഞ്ഞിനെ തുടർന്ന് വിശ്വാസത്തിൽ വളർത്തുക, പരിപാലിക്കുക എന്നുള്ളതാണ് അവരുടെ ദൗത്യം. അവരുടെ ദൗത്യത്തിന്റെ കാര്യം അവിടെ നിൽക്കുന്നത്. നമുക്ക് പിന്നീട് ചോദ്യങ്ങൾ വരാണ് പറയാം. ഇനി ഇതിനകത്ത് വളരെ പ്രധാനമായി സംസാരിക്കേണ്ട വേറൊരു വിഷയമുണ്ട്. ഈ മാമോദീസ. അപ്പൊ അങ്ങനെയാണ് ഈശോ മാമോദീസ മുങ്ങിയത് എന്തിനാണ് എന്ന ചോദ്യം നിലനിൽക്കും, അല്ലെ? ഈശോ മാമോദീസ മുങ്ങിയത് എന്തിനാണ്? ഈശോയ്ക്ക് സഭയിൽ അംഗമാവേണ്ട ആവശ്യമുണ്ടോ? ഈശോയ്ക്ക് ദൈവിക ജീവൻ പ്രാപിക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ എന്തിനാ ഈശോ മാമോദീസ മുങ്ങിയത്? ഈശോ മാമോദീസ മുങ്ങിയത് നമ്മൾ മാമോദീസ മുങ്ങിയ അർത്ഥത്തിലല്ല, വേറെ കാര്യങ്ങളാണ്. 4 കാര്യങ്ങളാണുള്ളത്. പെട്ടെന്ന് ഓർത്ത് പിടിച്ചു. ഒന്നാമത്തേത് എന്താണ്? ഈശോ പറയുകയാണ്, സകല നീതിയും പൂർത്തിയാകാൻ മാമോദീസ നടക്കട്ടെ എന്നാണ് ഒന്നാമത്തെ കാര്യം. ഈശോ പറയുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? സകല നീതിയും പൂർത്തിയാകാൻ എന്നാണ്. അത് എന്താണ് ഈ സകല നീതി?
നീതി എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് അതിനെ വിശദീകരിക്കേണ്ട വിഷയം ഇപ്പം അതിന്റെ കോണ്ടെക്സ്റ്റ് അല്ലാത്തതുകൊണ്ട്, നീതി എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്നവൻ അതിന്റെ ശിക്ഷ മേടിക്കുന്നു, നന്മ ചെയ്യുന്നവൻ അതിന്റെ അനുഗ്രഹം മേടിക്കുന്നു. ഇതാണ് നാച്ചുറൽ ജസ്റ്റിസ്. എന്നാൽ അതിനപ്പുറത്തൊരു നീതി കൂടിയുണ്ട്. എന്താണത്? ദൈവം ചെയ്യുന്ന നീതിയാണ്. കുഞ്ഞൊരു സാധനം നശിപ്പിച്ച് കളയുമ്പോൾ അവന് കഴിയാത്തത് കൊണ്ട് അവന് വേണ്ടി അധ്വാനിച്ച് അത് വീണ്ടും തിരിച്ചു കൊടുക്കുന്ന അപ്പന്റെ നീതി, അത് ദൈവത്തിന്റെ നീതിയാണ്. അപ്പൊ അവൻ ചെയ്ത തെറ്റിന് അവന് വേണ്ടി ശിക്ഷ വഹിക്കുന്ന ദൈവത്തിന്റെ ഒരു പ്രത്യേകതരം നീതിയുണ്ട്. ആ നീതി ഉൾപ്പെടെ പൂർത്തിയാകട്ടെ എന്നാണ് ഈശോ. അപ്പം സകല നീതിയും പൂർത്തിയാകാൻ വേണ്ടിയിട്ടാണ് ഈശോ മാമോസ സ്വീകരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. അതും ഈ നീതി എന്താണ്? ഈശോയുടെ കുരിശുമരണത്തിലുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം ത്രിത്വത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. ഈശോ മാമോസ മുങ്ങുന്ന രണ്ടാമത്തെ കാര്യം ത്രിത്വത്തെ വെളിപ്പെടുത്തലാണ്. അവിടെയാണ് പരിശുദ്ധ റൂഹ പ്രാവിനെ പോലെ പറന്നിറങ്ങുന്നത്. പ്രാവിന്റെ രൂപത്തിൽ നിന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരു പ്രാവ് പറന്നിറങ്ങുന്ന പോലെ എന്നാണ്. ഒരു പ്രാവ് എങ്ങനെ പറന്നിറങ്ങുമോ അതുപോലെ റൂഹ മിശിഹായുടെ മേൽ വസിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ ചിലപ്പോഴൊക്കെ അതിനെ പ്രാവായിട്ട് മാത്രം തെറ്റിദ്ധരിക്കും. ഒരു പ്രാവ് പറന്ന് തലയിൽ വന്നിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുള്ളത്. പ്രാവെന്നൊരു വാക്കുള്ളത് കൊണ്ട് പ്രാവിന്റെ ഇമേജ് ഒക്കെയാണ് താനും. ഇനി പിതാവിന്റെ വാക്കുകൾ, എൻ്റെ പ്രിയപുത്രൻ എന്നുള്ള വാക്കുകൾ, ത്രിത്വം ലോകത്തിൽ വെളിപ്പെടുന്നത്, ഏറ്റവും പ്രകടമായി വെളിപ്പെടുന്നത് മിശിഹായുടെ മാമോദിസയിലാണ്. അതാണ് മൂന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മൂന്നെണ്ണം പറഞ്ഞേ. അടുത്തത് ഈശോയുടെ പ്രവചനമാണ്. ഈശോയുടെ മാമോദിസ എന്നത് മിശിഹായുടെ പ്രവചനമാണ് അവിടുത്തെ മാമോദിസ. എന്താണ്? പരസ്യജീവിതത്തിന്റെ ആരംഭത്തിലാണ് ഈശോ മാമോദിസ മുങ്ങുന്നത്. പരസ്യജീവിതത്തിന്റെ ആരംഭത്തിൽ. ഈ ആരംഭത്തിൽ മാമോദിസ മുങ്ങിക്കൊണ്ട് ഈശോ ഈ പരസ്യജീവിതത്തിന്റെ അവസാനത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് പ്രവചിക്കുകയാണ്. ഈശോയുടെ കുരിശുമരണത്തിന്റെ ഒന്നാം പ്രവചനം, രണ്ടാം പ്രവചനം എന്നൊക്കെ ബൈബിളിൽ സുവിശേഷത്തിൽ നമ്മൾ വായിക്കും. സത്യത്തിൽ അതല്ല ഒന്നാം പ്രവചനം. ഒന്നാം പ്രവചനം ഈശോ സ്വീകരിക്കുന്ന മാമോദിസയാണ്. എന്നാണത്? മരിച്ച് അടക്കപ്പെട്ട് ഉത്ഥാനം ചെയ്യുന്നതാണ് മാമോദിസ. നമ്മൾ പഠിച്ചു അല്ലെ? ഇത് നടക്കാനിരിക്കുന്നു എന്ന് ഈശോ അവിടെ കൂടിയിരുന്ന ആളുകളോട് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ പോകുന്നത് എന്തിനു വേണ്ടിയാണ് പോകുന്നത്? ഞാൻ ഈ മരണത്തിലേക്കും സംസ്കാരത്തിലേക്കും ഉത്ഥാനത്തിലേക്കുമാണ് ഞാൻ പോകുന്നതെന്ന് ഈശോ ആദ്യം പ്രഖ്യാപിക്കുന്നതാണ് മാമോദിസയിൽ. അവിടുത്തെ മാമോദിസയിൽ അവിടുന്ന് ഇതുപോലെ മരിച്ച് അടക്കപ്പെട്ട് ഉയർക്കുന്നത് പോലെ അവർക്ക് ദൃശ്യമാക്കിക്കൊണ്ട് തൻ്റെ വരവിന്റെ മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം പ്രഖ്യാപിക്കുകയാണ്, പ്രവചിക്കുകയാണ്. ആദ്യത്തെ പ്രവചനമാണ് ഈശോയുടെ മാമോദിസ. നാലാമത്തെ സഭാപിതാക്കന്മാർ പറയുന്ന ഒരു കാര്യമാണ്, അപ്പുറം പിതാവൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. സഭാപിതാക്കന്മാർ മാമോദിസയെക്കുറിച്ച് വളരെ ഒത്തിരി കാര്യം എനിക്ക് പറഞ്ഞ ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യമാണ് ഈശോ മാമോദിസ മുങ്ങുമ്പോൾ ഈശോ മാമോദിസയാൽ ഈശോ വിശദീകരിക്കപ്പെടുകയായിരുന്നില്ല, യുഗാന്ത്യം വരെ നൽകപ്പെടേണ്ട മാമോദിസ ജലത്തിലേക്ക് അവിടുന്ന് ഇറങ്ങുകയായിരുന്നു എന്ന്. യുഗാന്ത്യം വരെ നൽകപ്പെടേണ്ട മാമോദിസ ജലത്തിലേക്ക്, ജനത്തെ വിശുദ്ധീകരിക്കുന്ന മാമോദിസ ജലത്തിലേക്ക് അവിടുന്ന് പ്രവേശിക്കുകയായിരുന്നു. അതുകൊണ്ട് മാമോദിസ നൽകുമ്പോൾ അവിടുന്ന് ആ ജലത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കും. അഥവാ ഈശോ ഇറങ്ങി ആ ജലത്തെ, യുഗാന്ത്യം വരെയുള്ള മാമോദിസ ജലത്തെ വിശുദ്ധീകരിച്ചു എന്നാണ്. മാമോദിസ ജലമാണ് പ്രധാനപ്പെട്ടത്. ആനം വെള്ളം എന്നല്ല നമ്മളതിനെ കുറിച്ച് പറയാവുന്നത്. അത് മാമോദിസ ജലമാണ്. അതിനെ വിശുദ്ധമായി കരുതണം. അതിനുശേഷം അത് വെറുതെ ചുമ്മാ ചവിട്ടുന്ന സ്ഥലത്ത് ഒഴുക്കിക്കളയരുത്. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവിടെ കിടക്കട്ടെ. എനിവേ, മാമോദിസയെ കുറിച്ച് സമയം തീർന്നുകൊണ്ട് പെട്ടെന്ന് മാമോദിസയുടെ കുഞ്ഞു കാര്യമോടെ പറയാം. മാമോദിസ പലതരത്തിലുണ്ട് എന്ന് നിങ്ങൾ കേട്ടണം. പലതരത്തിലുള്ള ഒരൊറ്റ മാമോദിസയേ ഉള്ളൂ. അതിന് പല ഭാവങ്ങളുണ്ടാകാം. ഏറ്റവും പൂർണ്ണമായ വിധത്തിലുള്ള മാമോദിസ ഇതാണ്. മാമോദിസയുടെ കാർമ്മികൻ, എല്ലാ കുദാശകളുടെയും കാർമ്മികൻ മെത്രാനാണ്. മെത്രാന്റെ അധികാരത്തോടുകൂടെ പരികർമ്മം ചെയ്യുന്ന വൈദികനാണ് അതിന്റെ കാർമ്മികൻ. ലത്തീൻ ക്രമത്തിലൊക്കെയാണ് അതിന് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. ലാറ്റിൻ കോഡ് അനുസരിച്ച് വീട്ടുമാമോദിസയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യം പറഞ്ഞ വീട്ടുമാമോദിസയെ കുറിച്ചാണ്. വീട്ടുമാമോദിസ എന്ന് പറയുന്നത് ഒരാളുടെ ഇൻ ഡേഞ്ചർ ഓഫ് ഡെത്ത്, മരണത്തിന്റെ സാഹചര്യം ഉറപ്പാണെന്ന് ഉള്ള സമയത്ത് ഒരു വൈദികനെ ലഭ്യമല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ഒരാൾ കൊടുക്കുന്ന മാമോദിസയാണ് വീട്ടുമാമോദിസ. ഇനി ഇത് പൗരസ്ത്യ ക്രമത്തിലൊക്കെയാണ്, പൗരസ്ത്യ സഭാ നിയമം അനുസരിച്ച് മാമോദിസ സ്വീകരിച്ച ഏതൊരാൾക്കും ഇതുപോലത്തെ ഒരു സാഹചര്യം, മരണത്തിന്റെ വക്തത്തിൽ ഇൻ ഡേഞ്ചർ ഓഫ് ഡെത്ത് ഒരാൾക്ക് വീട്ടുമാമോദിസ കൊടുക്കുക. അതിനൊറ്റ കാര്യം, ഇത് ഇത്ര ചെയ്യേണ്ടു. ഒരു ഫോർമുല ചൊല്ലുന്നു, ഒരു കാര്യം ചെയ്യുന്നു. എന്താണ് ഫോർമുല? പിതാവിന്റെയും ആമേൻ, പുത്രന്റെയും ആമേൻ, പരിശുദ്ധ റൂഹായുടെയും ആമേൻ നാമത്തിൽ മാമോദിസ കൊടുക്കുന്നയാൾക്ക് ഒരു പേര് കൊടുക്കണം. ട്രീസ. മാമോദിസ മുക്കപ്പെടുന്നു എന്ന് പൗരസ്ത്യ ക്രമത്തിൽ ചെല്ലും. ഇനി ലത്തീൻ ക്രമത്തിന് ശകലൊരു വ്യത്യാസമുണ്ട്. ആർക്കും എന്നാണ്. എന്ന് വെച്ചാൽ ആൾ മാമോദിസ കൊടുക്കുന്നയാൾ ക്രിസ്ത്യാനി പോലും ആണോന്നില്ല. അതെന്താ അങ്ങനെ? എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാമോദിസ വലുതാണ്. രണ്ട് കാര്യം വേണം. ഒന്ന്, സഭയുടെ നാമത്തിൽ കൊടുക്കണം. ഇത് എന്താണ് കൊടുക്കുന്ന അയാൾ അറിയുകയും ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടാവും. സഭയുടെ നാമത്തിൽ അത് കൊടുക്കുമ്പോൾ അതിന് നിൽക്കുന്ന ഉപകരണം ആരായാലും ഈ ഇൻ ഡേഞ്ചർ ഓഫ് ഡെത്ത് അത് വിഷയമല്ല എന്നുള്ളതാണ് അതിന്റെ കാരണം.
അപ്പം അതുകൊണ്ട് അങ്ങനെ ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് ഒരു മാമോസ കൊടുത്താൽ കൊള്ളായിരുന്നു എന്നുള്ള ആവേശത്തിൽ മരിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതി നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ പാടില്ലതാണ്, സാക്രിലേജ് ആയി മാറും. അത് അത്രമാത്രം ഉറപ്പുള്ള ഒരു സമയത്താണ് അത് ചെയ്യാവും. ഇനി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വീട്ടുമാമോസ കൊടുത്തെങ്കിൽ തൊട്ടടുത്ത അവസരത്തിൽ ഇടവക വികാരിയച്ഛന് ഈ കാര്യം ചെന്ന് അറിയിക്കണം, ഒരു സാക്ഷിയോടുകൂടി. മാമോസ കൊടുത്തതിൻ്റെ ആൾ സാക്ഷി ഉണ്ടെങ്കിൽ അദ്ദേഹം, ഇനി ഇല്ല എങ്കിൽ ഈ സാക്ഷ്യപ്പെടുത്താൻ പോകുന്നതിനൊരു സാക്ഷിയും കൂടെ കൂടി ചെന്ന് വികാരിയച്ഛനെ ചെന്ന് കാണണം. അപ്പോൾ അച്ഛൻ മാമോസ രജിസ്റ്ററിൽ ആ ആളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ വെച്ച് മാമോദിസ രേഖപ്പെടുത്തും. അതിനകത്ത് കാർമികന്റെ സ്ഥാനത്ത് അത് കൊടുത്തയാളുടെ പേരെഴുതും. ഇനി എന്നിട്ട് ആ കുഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ജീവിക്കാന്ന് വിചാരിച്ചു, മാമോസ ജീവദായകമാണല്ലോ, ആ കുഞ്ഞിന്റെ ബാഹ്യ ജീവനോട് ലഭിച്ചു, ജീവിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ പോയിട്ട് വീണ്ടും മാമോസ കൊടുക്കുകയില്ല. കാരണം എന്താണ്? മാമോദിസ, തൈലാഭിഷേകം, തിരുപ്പട്ടം, ഈ 3 കൂദാശകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആത്മാവിൽ മായാത്ത മുദ്ര പതിപ്പിക്കുന്ന കൂദാശകളാണ്. ഇൻഡെലിബിൾ ക്യാരക്ടർ, മായഞ്ഞു പോവുകയില്ലാത്ത മുദ്രയാണ് പതിപ്പിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് മായുകയില്ലാത്ത മുദ്രയായതുകൊണ്ട് പിന്നീട് ഒരിക്കലും ആ മുദ്രയുടെ മേൽ വീണ്ടും ആ മുദ്ര പതിക്കാൻ പറ്റില്ല. അപ്പൊ മാമോസ കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞു. ഇനി എന്താണ് അപ്പൊ ചെയ്യേണ്ടത്? പിന്നീട് ഒരു ദിവസം ദേവാലയത്തിലെത്തുകയും മാമോദിസയെയും തൈലാഭിഷേകത്തെയും പൂർത്തീകരിക്കുകയും ചെയ്യണം. പരിശുദ്ധ കുർബാനയും കൊടുക്കണം, പൂർത്തീകരിക്കണം. എങ്ങനെയാണ് പൂർത്തീകരിക്കേണ്ടത്? ചില കാര്യങ്ങൾ മിസ്സിംഗ് ആയിരുന്നു. എന്താണ്? തൈലാഭിഷേകം മിസ്സിംഗ് ആയിരുന്നു. മഹത്വത്തിന്റെ വസ്ത്രം, ദ റോബ് ഓഫ് ഗ്ലോറി, മഹത്വത്തിന്റെ വസ്ത്രം, നിത്യജീവനിൽ നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന മഹത്വത്തിന്റെ വസ്ത്രത്തിന്റെ മുന്നനുഭവമാകുന്ന വസ്ത്രം ധരിപ്പിക്കൽ, മിശിഹായാകുന്ന പ്രകാശം ആ വ്യക്തിക്ക് ജീവിതത്തിന്റെ പാതയായി നൽകുന്ന തിരി കൊടുക്കൽ തുടങ്ങിയ വിശ്വാസ പ്രഖ്യാപനം നടത്തൽ തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ നടന്നിട്ടില്ല. അപ്പൊ അവ നൽകി അത് പൂർത്തീകരിക്കുക മാത്രമല്ല, കാർമികൻ റിമാർക്കിന്റെ കോളത്തിൽ ഇന്ന ദിവസം ഇന്ന വൈദികനാൽ അത് പൂർത്തീകരിച്ചു എന്ന് രേഖപ്പെടുത്തുകയും ചെയ്യും. അപ്പോഴാണ് വീട്ടുമാമോസ എന്ന് പറഞ്ഞ കാര്യം പൂർത്തിയാകുന്നത്. ഇനി ആഗ്രഹത്താലുള്ള മാമോസ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ആഗ്രഹത്താലുള്ള മാമോസ, ഒരാൾ മാമോസ സ്വീകരിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഉണ്ടാകുന്ന മാമോസ അല്ലത്. അങ്ങനെ ഉണ്ടാവില്ല. ഒരാൾ മാമോസ സ്വീകരിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു നോർത്ത് മാമോസ ഉണ്ടാകുന്നത്. എപ്പോഴാണ് ആഗ്രഹത്താലുള്ള മാമോസ ഉണ്ടാകുന്നത്? ഒരാൾ മാമോസ സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും അതിനുവേണ്ടി ചെയ്യേണ്ടതൊക്കെ പഠിക്കേണ്ടത് പഠിക്കുന്നു, അങ്ങനെ വേണ്ടി തീരുമാനമെടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഒരാൾ മരിച്ചു പോകുന്നു എന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് മാമോസ മുങ്ങാനായിട്ട് ഒരാൾ പള്ളിയിലേക്ക് യാത്ര ചെയ്യുന്ന വഴിയിൽ അപകടം പറ്റി മരിച്ചു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അങ്ങനെ സങ്കല്പിക്കുക. അങ്ങനെ ആ സമയത്ത് ആ വ്യക്തി മാമോസ മുങ്ങാതെ മരിച്ചു പോയല്ലോ എന്ന് വിചാരിക്കേണ്ടതില്ല. അവരുടെ ആഗ്രഹം മാനുഷികമായി അസാധ്യമായി പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവം അത് ആ വ്യക്തിക്ക് കൊടുക്കും. അതിനെയാണ് ആഗ്രഹത്തെ ബാപ്റ്റിസം ബൈ ഡിസയർ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു മാമോസ ഉണ്ട്, ബാപ്റ്റിസം ബൈ ബ്ലഡ്. എന്താണത്? മാമോസ, രക്തത്താലുള്ള മാമോസ, അത് രക്തസാക്ഷിത്വമാണ്. ഒരാൾ രക്തസാക്ഷിത്വം വരിക്കും. അതെങ്ങനെ മാമോസയാണെന്ന്? ഉദാഹരണത്തിന് ഒരു തീവ്രവാദി, നമ്മളെ കഴിഞ്ഞ ഇടയ്ക്ക് സിറിയയിലൊക്കെ ഉണ്ടായ സംഭവം നമ്മൾ വായിച്ചതാണ്. ഈ തീവ്രവാദികൾ ക്രൈസ്തവരെ വരിയായി നിർത്തി വെടിവെച്ച് കൊന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്തുണ്ടായിരുന്ന ഒരു തീവ്രവാദി, ഇവരിത്രയും വിശ്വസിക്കുന്ന ഈശോയാണെങ്കിൽ എനിക്കും വിശ്വാസമാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നിന്നെ വെടിവെച്ചു എന്നൊക്കെ ഒരു വാൺ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈശോയിൽ വിശ്വാസമാണെന്ന് പറഞ്ഞു. ആ വിശ്വാസം ആണ് നിന്നെ വെടിവെച്ചു എന്ന് പറയുകയും അത് ബോധ്യപ്പെടുകയും ചെയ്ത അയാൾ മരണം വരിച്ചു. അയാൾ വെടിയുണ്ട ഏറ്റുവാങ്ങി മരണം വരിക്കുന്നു. ആ ആൾ മാമോസ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണത്? സിമ്പിളായിട്ട് ആലോചിച്ചാൽ അദ്ദേഹത്തിന് തുറന്ന് ജീവിക്കാൻ കഴിയുകയാണെങ്കിൽ ഉറപ്പായിട്ടും മാമോസ മുങ്ങും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? ഈശോ മിശിഹായ്ക്ക് തന്നെ സമർപ്പിക്കാനും മിശിഹായുടെ സ്വന്തമാകാനും തൻ്റെ ജീവൻ തന്നെ വലിച്ചെറിഞ്ഞ ഒരാൾ സ്വീകരിക്കുന്ന മാമോദിസ പൂർണ്ണതയുള്ള മാമോസയാണ് എന്നാണ് അതിൻ്റെ കാര്യം. അപ്പം അതുകൊണ്ട് രക്തത്താലുള്ള മാമോസ എന്ന് പറയുന്നത് രക്തം തൊട്ട് നടത്തുന്ന മാമോസയല്ല. രക്തം ചിന്തി ഒരാൾ മാമോസ സ്വീകരിക്കാൻ കഴിയുന്നതിന് മുൻപേ രക്തം ചിന്തി മരിച്ചു പോകുന്ന മാമോസ എന്ന അവസ്ഥയാണ്. എന്ന സാഹചര്യത്തിൽ ദൈവം ആൾക്ക് പ്രത്യേകമായി നൽകുന്ന ദാനമാണ് ഈ പറഞ്ഞ രക്തത്താൽ ബാപ്റ്റിസം ബൈ ബ്ലഡ് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെയാണ് മാമോസയെക്കുറിച്ച് വളരെ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. ഇനി അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, മാമോദിസയ്ക്ക് വേണ്ടി മാത്രമുള്ളൊരു ദിവസം എന്നൊരു ദിവസമുണ്ട്. ഏതാണ് ആ ദിവസം? ഇത് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി കാണും. മിശിഹായോടൊത്ത് മരിക്കുന്ന ഒരാൾ മിശിഹായോടൊത്ത് ഉത്ഥാനം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന നടുക്കത്തെ ദിവസം. ഏതാണ് ആ ദിവസം? ഏത് ദിവസത്തിന്റെ പിറ്റേ ദിവസമാണ്? ആദ്യത്തെ ദിവസം ഏതാണ്? ഏത് ദിവസങ്ങളുടെ നടുക്കുള്ള ദിവസമാണ്? ശനിയാഴ്ച. ഏത് ദിവസം? ദുഃഖ വെള്ളിയാഴ്ചയുടെയും നിങ്ങൾ ഈ ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുമോന്ന് അറിയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും. ദുഃഖ വെള്ളിയാഴ്ചയല്ല, പീഡാനുഭവ വെള്ളിയാഴ്ചയാണ്. ദുഃഖമല്ല അവിടുത്തെ വിഷയം,
സന്തോഷമല്ല, ഗുഡ് ഫ്രൈഡേ എന്നൊക്കെ പറയും, നല്ല ഒന്നുമല്ല അതിൻ്റെ വിഷയം. അതിൻ്റെ ഏറ്റവും ശരിയായ വാക്ക് പീഡാനുഭവ വെള്ളി എന്നാണ്. കാരണം മിശിഹായുടെ പീഡാസഹനത്തിൻ്റെ ദിവസമാണ്. പീഡാസഹനത്തിൽ ഈശോ മിശിഹായുടെ ഒത്ത് മരിക്കുന്ന ഒരാൾ മിശിഹായുടെ ഒത്ത് ഉയർക്കുന്നതിൻ്റെ നടുക്കത്തെ ദിവസം വലിയ ശനിയാഴ്ച എന്നാണ്, മാമോദീസ ശനിയാഴ്ച എന്നാണ് ആ ദിവസം അറിയപ്പെടുന്നത്. മാമോസ ശനിയാഴ്ച അത് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. മാമോസ വ്രതങ്ങൾ നവീകരിക്കുന്ന ദിവസമാണ്. പലപ്പോഴും ആളുകൾ ഈ പറഞ്ഞ ദുഃഖ വെള്ളിയാഴ്ചയുണ്ട്, സോക്കോൾഡ് ദുഃഖ വെള്ളിയാഴ്ച, അതിൻ്റെ വലിയ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് അടുത്ത് ഇനി ഈസ്റ്ററിന് പള്ളി പോകാം എന്ന് പറഞ്ഞ് അപ്പമൊക്കെ കലക്കി വെക്കുന്ന ദിവസമായിട്ടാണ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും പല ആളുകളുടെ ഇടയ്ക്ക് ഈ വലിയ ശനിയാഴ്ചയുള്ളത്. അത് വലിയ ശനിയാഴ്ചയാണ്. അന്നാണ് മാമോദിസ വ്രത വാഗ്ദാന നവീകരണം നടക്കുന്നത്. അവിടെയാണ് നമ്മൾ സാത്താനെ ബഹിഷ്കരിക്കുന്നതും ഈ നിത്യജീവൻ സ്വീകരിക്കുകയൊക്കെ ചെയ്തതിനെ നവീകരിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരാൾക്ക് ആത്മീയ ബലം ഉണ്ടാകത്തില്ല. ഇനി വിശ്വാസം ബോധ്യത്തോടുകൂടെ ഏറ്റുപറയുന്നത്, ചൈൽഡ് ബാപ്റ്റിസം ആണെങ്കിൽ ആ സമയത്ത് മാതാപിതാക്കളുടെ തലോട്ടപ്പനോട്ടൊക്കെ സഹായത്തോടെ ഏറ്റുപറഞ്ഞ വിശ്വാസം ഒരാൾ ബോധ്യത്തോടെ ഏറ്റുപറഞ്ഞ് അതിൻ്റെ ഫലങ്ങൾ സ്വീകരിക്കുന്ന ദിവസമാണ്. ഇനി ഈ മാമോദീസയ്ക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ദിവസമൊക്കെയാണ്. അപ്പം അതുകൊണ്ട് ആ ദിവസം ഏറ്റവും നിർബന്ധമായും ദേവാലയത്തിൽ പോകണം, ആ ആ തിരുക്കർമ്മങ്ങളിനകത്ത് പങ്കുചേരണമെന്ന് നമ്മൾ ഓർക്കുകയും എല്ലാവരെയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട കടമ നമുക്കുണ്ട് എന്നതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. ഇനി മാമോസയെക്കുറിച്ച് മാത്രം എത്ര നേരം പറഞ്ഞു പോയത്. തൈലാഭിഷേകത്തെക്കുറിച്ച് ഒന്ന് രണ്ട് ഇതിനെ മാമോസയുടെ പ്രതീകങ്ങൾ, പഴയ നിയമത്തിലെ ഒരുക്കങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. നോഹയുടെ പെട്ടകം പോലെയുള്ള ഒരുക്കങ്ങൾ മാമോസ പെട്ടെന്നൊരു കർത്താവ് സ്ഥാപിക്കുന്നതല്ല, അതിന് സുവിശേഷത്തിന് വലിയ ഒരുക്കത്തിന്റെ പാരമ്പര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ നോഹയുടെ പെട്ടകം, എല്ലാവരും തിന്മ ചെയ്തവരെല്ലാവരും ജലത്തിൽ മൃതി അടയുന്ന സമയത്ത് ആ ജലത്തിന് മുകളിൽ ഉയർത്തപ്പെട്ട പെട്ടകത്തിലുള്ള മനുഷ്യർ, ആ ഉയർത്തപ്പെട്ട പെട്ടകം അത് തിരുസഭയാണ്, തിരുസഭയാകുന്ന ബോട്ടാണ്. അതാണ് നമ്മൾ പുതിയ നിയമത്തിൽ 12 സ്ലീഹന്മാരോടൊപ്പം അമരത്ത് തലവെച്ച് ഇരിക്കുന്ന ഈശോ മിശിഹായ ആകുന്ന ആ സഭയുടെ പെട്ടകമാണത്. ഏറ്റവും ഉചിതമായ പ്രതീകമാണ്. ആ ഉയർന്നു നിൽക്കുന്ന, ജലത്തിൽ ഉയർന്നു നിൽക്കുന്ന ആ പെട്ടകം, ജലത്തിലൂടെ ഉയർന്ന് ജീവൻ നൽകുന്ന ആ പെട്ടകം, അത് മാമോദിസയുടെ സൂചകമാണ്. മാത്രമല്ല ചെങ്കടൽ കിടക്കുന്നത്, മരണത്തിന്റെ വക്രത്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന്, ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഈ ജലത്തിലൂടെ അവർ കടന്ന് വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുന്നു, നിത്യജീവന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന പോലെ പ്രവേശിക്കുന്നത് മാമോദിസയുടെ ആദ്യകാല പ്രതീകമാണ്. അതുപോലെ ജോർദാൻ നദി കടക്കുന്നതായാലും നാമാന്റെ സൗഖ്യമൊക്കെ ആണെങ്കിലും വെള്ളത്തിൽ പോയി മുങ്ങി സൗഖ്യമാകുകയൊക്കെ ചെയ്യുന്ന ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി കാര്യങ്ങൾ മാമോദിസയുടെ പ്രതീകങ്ങളിലൂടെ പഴയ നിയമത്തിൽ ശക്തമായിട്ട് ഇങ്ങനെ അവതരിപ്പിച്ചു വരുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് ഈ മാമോദിസ എന്ന് പറയാൻ വേണ്ടിയാണ്. ഇനി മാമോസ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് അതുപോലെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അതിൻ്റെ സ്ഥിരീകരിക്കുന്ന തൈലാഭിഷേകം. ഈ തൈലാഭിഷേകം ഒരു കുഞ്ഞിനെ നൽകുന്നത് പരിശുദ്ധ റൂഹായാണ്. പരിശുദ്ധ റൂഹായുടെ വലിയ ശക്തിയും ഫലങ്ങളും ആ കുഞ്ഞിൽ വരും. പരിശുദ്ധ റൂഹായുടെ ഫലങ്ങൾ അത് ആ കുഞ്ഞിന് ജീവിക്കാൻ, തുടർന്നുള്ള തുടർ ജീവിതത്തിന് ഏറ്റവും ശക്തമായ സഹായമാണ് ഈ തൈലാഭിഷേകത്തിൽ ലഭിക്കുന്നത്. അതിനകത്തൊരു പ്രാർത്ഥന ഭയങ്കര ശ്രദ്ധേയമാണ്. പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധ റൂഹായാൽ ഇവനെ അല്ലെങ്കിൽ ഇവളെ മുദ്രിതയാക്കണമേ. പരിശുദ്ധാത്മാവിൽ മുദ്രിതരായി സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം തുടങ്ങിയ ആത്മാവിന്റെ ഫലങ്ങളാൽ നിറഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീര പടയാളിയായി ഈ വ്യക്തിയെ മാറ്റണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്തുമാത്രം ശക്തമായ ആ അനുഗ്രഹത്തിന്റെ, അഭിഷേകത്തിന്റെ വാക്കുകളാണെന്ന് ഉപയോഗിക്കുന്നതെന്ന് ഓർത്ത് നോക്കണേ. ആ കുഞ്ഞിന് ഈ സകല പുണ്യങ്ങളും ലഭിക്കാൻ വേണ്ടി ശരിക്കും അത് അതപ്പോൾ ആ കുഞ്ഞിന് ചെറുപ്പത്തിൽ കിട്ടിയ ആ പുണ്യങ്ങൾ എന്തുമാത്രം വളരുമെന്ന് ആലോചിച്ച് നോക്കിക്കുക. അത് ലഭിക്കുന്നു. എന്നിട്ടോ ആ കുഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീര പടയാളിയാകാൻ, ആത്മാവിന്റെ ഫലങ്ങളാൽ നിറയാൻ, സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ, ധീര പടയാളിയാകാൻ ഒക്കെയുള്ള ആശീർവാദമാണ് ആ സ്ഥൈര്യലേപനം അഥവാ തൈലാഭിഷേകത്തിനകത്ത് ഈ കുഞ്ഞിന് നൽകപ്പെടുന്നത്. അതിന് ക്രിസ്മേഷൻ എന്നാണ് ഒരു പൗരസ്ത്യ പാരമ്പര്യത്തിൽ പറയുകയൊക്കെ ചെയ്യേണ്ടത്. ക്രിസ്മ എന്ന ഗ്രീക്ക് പദത്തിന് അഭിഷേകം എന്നാണ് അതിൻ്റെ അർത്ഥം. സൈത്ത് എന്നത് സുറിയാനി പദമാണ്. സൈത്ത് കൊണ്ടാണ് അഭിഷേകം ചെയ്യിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ അഭിഷേകം ചെയ്യുന്നത്? അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ തൈലം കൊണ്ട് കവർ ചെയ്യലാണ്. പഴയ കാലത്തൊക്കെ തൈലാഭിഷേകം ചെയ്യുന്നതിന് ഡീക്കന്നസ് ഉണ്ടായിരുന്നു, അഥവാ വനിതാ ഡീക്കന്മാരും ഉണ്ടായിരുന്നു. കാരണം മുതിർന്ന ആളുകൾക്ക് തൈലാഭിഷേകം കൊടുക്കുമ്പോൾ ശരീരം മുഴുവനും തൈലം പൂശുമായിരുന്നു. അതാണ് ശരിക്കും ഒരു പാരമ്പര്യം. അപ്പം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ലോകത്തിൽ നിന്ന് പരിശുദ്ധ റൂഹ ആ വ്യക്തിയെ പൊതിഞ്ഞ് സ്വന്തമാക്കിയിരിക്കും. ആ വ്യക്തി റൂഹായിലേക്ക് പ്രവേശിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മൊത്തം കവർ ചെയ്യുന്നു. ഒരു ഓയിൽ എപ്പോഴും ഒരു കോട്ടിംഗ് ആണ് ഉണ്ടാക്കുന്നത്, അല്ലെ? വെള്ളം ഒഴിക്കുന്ന പോലെ അല്ല. ഓയിൽ
കോട്ട് ചെയ്യും. അങ്ങനെ അതിനകത്തേക്ക് ആ ആൾ സ്വീകരിക്കപ്പെടുന്നു എന്ന് പറയുന്ന പോലെയാണ് ദൈവത്തിൻ്റെ ലോകത്തിലേക്ക്, ദൈവത്തിൻ്റെ ജീവിതത്തിലേക്ക് ആ വ്യക്തി ഉൾച്ചേർക്കപ്പെടുന്നു, സ്വീകരിക്കപ്പെടുന്നു എന്നാണ് അതിൻ്റെ ഒരു വളരെ വ്യക്തമായ സൂചന എന്ന് നമ്മൾ ഓർക്കണം. ഇനി ഈ അതുകൊണ്ട് തന്നെ ഈ തൈലാഭിഷേകം വളരെ ഗൗരവമുള്ള ഒരു കുദാശയാണ്. ഈ 3 കുദാശകൾക്ക് ഒരു പ്രത്യേക ക്രമമുണ്ട്. ആദ്യത്തെ ഒരു പ്രവേശക കർമ്മമാണ്. എന്താണ് നടക്കുന്നത്? ചില ചോദ്യങ്ങൾ ചോദിക്കലാണ്. നീ സാത്താനെ ഉപേക്ഷിക്കുന്നോ, നിന്റെ ഉദ്ദേശം എന്താണ് എന്ന് അറിയുന്ന ചോദ്യം ചോദിക്കലാണ്. അപ്പം മുതിർന്ന ആളുകളാണെങ്കിൽ സ്വമേധയാ അത് ഉത്തരം പറയും, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സഹായത്തോടെ ആ കുഞ്ഞ് ഉത്തരം പറയും. ആ സമയത്ത് ഇവര് ഈ 3 കുദാശകൾ സ്വീകരിക്കാനായിട്ട് നിൽക്കുന്ന കുഞ്ഞ് നിൽക്കുന്ന ദേവാലയത്തിന് പുറത്താണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അതിന്റെ കാരണം പഴയ നിയമ കാലഘട്ടത്തിൽ ആദിമ സഭ മുതലുള്ള ഒരു പാരമ്പര്യമാണ്. മാമോദീസയുടെ ആദ്യഘട്ടം പഠിപ്പിച്ചൊരുക്കലാണ്. ഒരു പരിശുദ്ധ കുർബാനയ്ക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം വിശുദ്ധ ലിഖിതങ്ങൾ, അവയുടെ ഉള്ളർത്ഥങ്ങൾ, സഭയുടെ പ്രബോധനം പകർന്നു കൊടുക്കലാണ്. അപ്പോൾ വചന ശുശ്രൂഷയാണ് ഇത്. അപ്പം മാമോസ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഒരു വർഷത്തോടൊക്കെ ഒരുക്കം നടത്തുവേ. അപ്പോൾ ആ ഒരുക്കത്തിന്റെ കാലഘട്ടത്തിൽ അവർ പള്ളി വരാതിരിക്കുകയല്ലേ ചെയ്യുന്നത്. അവർ പള്ളിയിൽ വരും. പള്ളിയിൽ വന്നിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങും. ഒപ്പം വിശുദ്ധ ലിഖിതങ്ങൾ, അവയുടെ അർത്ഥങ്ങളൊക്കെ കേൾക്കും. എങ്ങനെയാണ്? വചന ശുശ്രൂഷ, ബേമയിൽ നടക്കുന്ന വചനം മുറിക്കിൽ അവർ പങ്കുചേരും. നമ്മൾ സീറോ മലബാർ സഭയുടെ കുർബാനക്രമത്തിനകത്തൊരു ഒരു ശ്രദ്ധേയമായൊരു വാചകം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ശുശ്രൂഷകളെ അനൗൺസ് ചെയ്യുന്നതാണ്. മാമോസ സ്വീകരിക്കാത്തവർക്ക് പോകാം, ഉടനെ മറ്റേ ശുശ്രൂഷ ജീവന്റെ അടയാളം സ്വീകരിച്ചിട്ടില്ലാത്തവർക്ക് പോകാം. ഞാനൊക്കെ കുഞ്ഞിലെയൊക്കെ ഓർത്തിട്ടുണ്ട്, ഇതെന്താണ് കുറച്ച് പേരെ പറഞ്ഞു വിടുന്നത്, പാവം മാമോസ സ്വീകരിച്ചിട്ട് പള്ളിയിൽ നിന്നൂടെ എന്നൊക്കെ ഞാൻ വളരെ ചെറുപ്പം ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ്സിലൊക്കെ ഞാനങ്ങനെ ചിന്തിച്ചിട്ടുള്ളവർ ഞാൻ ഓർക്കുന്നുണ്ട്. എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? ഇനി റാസയിലേക്ക്, വലിയ രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ആ രഹസ്യം ഉൾക്കൊള്ളാൻ ഈ വ്യക്തി ആ രഹസ്യത്തിന്റെ ദാതാവാകുന്ന മിശിഹായോട് ഐക്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആ വ്യക്തി എന്ത് ചെയ്യണം? ആ വ്യക്തി മാറി നിൽക്കുന്നു. അവർക്ക് പോകാമെന്ന് പറഞ്ഞാൽ വീട്ടിൽ പോകാമെന്നല്ല അതിന്റെ അർത്ഥം. അവരെവിടേക്കാണ് പോകുന്നത്? അവർ പോകുന്നത് മറ്റെവിടേക്കും അല്ല, ദേവാലയത്തിന് മുന്നിലേക്കാണ് പോകുന്നത്. ദേവാലയത്തിന്റെ ആ മോണ്ടളം അത് ശരിക്കും പറഞ്ഞാൽ ആയുധപ്പുരകളാണ്. ആയുധപ്പുര എന്നൊക്കെ പറയാൻ കാരണം എന്താണെന്നറിയോ? പണ്ടുകാലത്ത് അതൊരു വലിയ നസ്രാണി പാരമ്പര്യത്തിന്റെ, ഒരു മർത്തോമ പാരമ്പര്യത്തിന്റെ ഒക്കെ ഒരു വലിയ ബാക്കിപത്രമാണത്. അതായത് ആദിമ കാലങ്ങളിലൊക്കെ ഈ നസ്രാണികൾ സെക്കുലർ വേൾഡിൽ ഒത്തിരി സ്ഥാനമഹിമയുള്ളവരായിരുന്നു. രാജാക്കന്മാരുടെയൊക്കെ അംഗരക്ഷകരും മനസാക്ഷി സൂക്ഷിപ്പുകാരും ഒക്കെ അവരായിരുന്നു. നമ്മൾ 8 വീട്ടിൽ പിള്ളമാർ അങ്ങനെ കേട്ടിരിക്കും. ഇവരായിരുന്നു. ഇവർക്ക് രാജാക്കന്മാർ ധാരാളം സ്ഥാനചിഹ്നങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. ഇപ്പം നമ്മൾ ചേപ്പേടുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതുപോലെ ഉറവാൾ ധരിക്കാനുള്ള അവകാശം, പരിചയ ചുമക്കാനുള്ള അവകാശം, ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി പഴയകാല അധികാരങ്ങളുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായതെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് അത് ചുമ്മാ ഇവരുടെ കരുത്ത് കണ്ടിട്ടല്ല, പകരം ഇവര് രാജാവൊക്കെ ഉറങ്ങുന്ന സമയത്തൊക്കെ അംഗരക്ഷകരെയൊക്കെ വാതിക്കിലോ അല്ലെ മുറിക്കകത്തൊക്കെ കാവൽ നിർത്തും. ഇവർക്ക് വളരെ എളുപ്പത്തിൽ രാജാവിനെ കൊല്ലാം. കാരണം വാളം പിടിച്ചിട്ട് അടുത്തല്ല നിൽക്കുന്നത്. പക്ഷേ അവർക്കറിയായിരുന്നു, ഒരു ക്രിസ്ത്യാനി ഒരിക്കലും തിന്മ ചെയ്യില്ല എന്നറിയായിരുന്നു. ക്രിസ്ത്യാനിയെ വിശ്വസിക്കാം. അവൻ മിശിഹായെ അനുകരിക്കുന്നവനാണ്, മാമോസ സ്വീകരിച്ചവനാണ്, അവൻ ഒരിക്കലും കള്ളത്തരം കാണിക്കില്ല എന്നൊരു രൂഢമൂലമായ വിശ്വാസം രാജാക്കന്മാരുടെ ഇടയ്ക്കുണ്ട്. അതുകൊണ്ടാണ് അവര് രാജാക്കന്മാരുടെ ഏറ്റവും വിശ്വസ്തരും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവരൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഈ വലിയ, ഇന്ന് നമ്മളെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് ആളുകൾ പറയുമോ എന്നൊരു ചോദ്യം ഈ സമയത്ത് നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്. അപ്പം ഇവർക്ക് ഈ അധികാര ചിഹ്നങ്ങളൊക്കെ കൊടുക്കും. അവർ അവരെ ഇങ്ങനെ പരിചയമൊക്കെ ചുമന്ന ഉറവാളൊക്കെ ധരിച്ച് അങ്ങനെ ഒക്കെയാണ്. അതുപോലെ 2 ഇലയിട്ടുണ്ണാനുള്ള അവകാശം, ഇല മടക്കിയിട്ടുള്ള, ഇങ്ങനെ ഒത്തിരി അധികാരങ്ങളുണ്ടായിരുന്നു. അപ്പം ഇവര് ഈ അധികാര ചിഹ്നങ്ങളെല്ലാം അണിഞ്ഞാണ് ദേവാലയത്തിൽ വരുന്നത്. പക്ഷെ ദേവാലയത്തിനകത്തോടെ അതൊന്നും കയറ്റത്തില്ല. അപ്പൊ അതൊക്കെ അഴിച്ച് ദേവാലയത്തിന്റെ മോണ്ടളത്തിൽ വെക്കും. അതുകൊണ്ട് അതിന് ആയുധപുര എന്നൊക്കെ പറഞ്ഞു. ഇവിടേക്കാണ് ഇവർ ഇറങ്ങി നിൽക്കുന്നത്. ഈ മാമോസ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം മുഴുവനും ഇവര് വചനം മുറിക്കൽ കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി നിൽക്കുന്ന അവിടേക്കാണ്. എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് മാമോസയുടെ ദിവസമാകുമ്പോൾ ആഘോഷമായി അവിടെ നിന്ന് സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഇന്നും മാമോസ ആരംഭിക്കുന്ന ദേവാലയത്തിലെ ആനവാതിലിന്റെ പുറത്തു നിന്നാണെങ്കിൽ അവിടെ നിന്ന് കാർമ്മികൻ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് പ്രവേശന കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അങ്ങനെ മധുബഹായിലേക്ക് ആനയിച്ചു കൊണ്ടുപോകും. 2ാം ഘട്ടം അങ്ങനെ അവിടെയാണ് നടക്കുന്നത്. ഇനി അതിനുശേഷം
ഒന്നാം ഘട്ടം ആ സ്ഥാനാർത്ഥിത്വത്തിലേക്കുള്ള പ്രവേശനമാണ്. രണ്ടാം ഘട്ടം പരിശീലനവും പഠനവും ഒക്കെയാണ്. അതുകൊണ്ടാണ് ഇന്നും ആ തിരുക്കർമ്മത്തിന്റെ അടുത്ത ഭാഗത്ത് എന്താണ് സംഭവിക്കുന്നത്? വിശുദ്ധഗ്രന്ഥ ഭാഗങ്ങൾ വായിക്കും, കാർമ്മികൻ അതിനെക്കുറിച്ച് പ്രബോധനം നൽകും. ഒത്തിരി പ്രധാനപ്പെട്ടതാണ് അതിന്റെ പ്രബോധനമൊക്കെ, ഞങ്ങൾ അച്ഛന്മാരൊത്തിരി ശ്രദ്ധിക്കേണ്ടതാണ്. പ്രബോധനം നൽകും. അത് കഴിഞ്ഞിട്ട് പിന്നെ മാമോസ സ്വീകരിക്കുന്ന ആ കുഞ്ഞിനോടൊത്ത് പിതാവേ എന്ന് വിളിച്ച്, ആബാ പിതാവേ, സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കും. അതുപോലെ വിശ്വാസ പ്രഖ്യാപനമൊക്കെ ഏറ്റുചൊല്ലും, ലേപനം ഒക്കെ സ്വീകരിക്കും. അതിനുശേഷം ആദ്യത്തെ ലേപനമൊക്കെ ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. ആദ്യത്തെ ലേപനത്തിന്റെ അർത്ഥം എന്നറിയാം, ചിലപ്പോഴൊക്കെ വളരെ അശ്രദ്ധമായിട്ട് കിട്ടിയതൊക്കെ വെച്ചിട്ട് ലേപനം നടത്തുന്ന ആൾക്കാരൊക്കെ നമ്മൾ അതുപോലെയൊക്കെ ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഒഴിവാക്കുന്നവരെ പോലും കണ്ടിട്ടുണ്ട്. ഈ ഒന്നാം ലേപനം അത് ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. പണ്ടൊന്നും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ ചില ആൾക്ക് ചോദിക്കാറുണ്ടായിരുന്നു. മുമ്പത്തെ മാമോദീസയുടെ ലേപനത്തിന്റെ തൈലത്തിന്റെ ബാക്കി ഉപയോഗിച്ചാണ് ഈ ലേപനം നടത്തുന്നത്. പഴയത് കളയാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും ആൾക്കാർ. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? ഇതൊരു മനോഹരമായ പ്രതീകമാണ്. അതായത് ഈ സഭയുടെ ഒരു തുടർച്ചയാണ്. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ആകാശത്ത് നിന്ന് പൊട്ടി വീണൊന്നുമല്ലോ. മിശിഹായിൽ നിന്ന് സ്ലീഹന്മാരിലേക്ക്, അവരിൽ നിന്ന് തുടർ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്ത് വന്ന ആ അഭിഷേകമാണ് ഞാൻ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് തൊട്ട് മുൻപത്തെ മാമോദിസയുടെ തൈലം കൊണ്ട് ആദ്യത്തെ ലേപനം നടത്തുന്നത്. എന്ന് വെച്ചാൽ തിരുസഭയുടെ തുടർച്ച, ഈ കൂദാശയുടെ തുടർച്ച, ഞാൻ സ്വീകരിക്കാൻ പോകുന്ന ഈ അഭിഷേകം അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് ഞാൻ സ്വീകരിക്കുന്നതാണ്. അഥവാ എന്നെ പോലെ സ്വീകരിച്ച അനേകം ആളുകളുടെ ആ തൈല അഭിഷേകത്തിന്റെ കൂട്ടായ്മയിലേക്കാണ് ഞാൻ സ്വീകരിക്കുന്നത്, ഞാൻ പ്രവേശിക്കുന്നതെന്നൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു 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 അത്യുദാത്തമായ അർത്ഥതരങ്ങളുള്ള ഒരു ചെറുതെന്ന് തോന്നിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ തൈലത്തിന്. ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സത്യം പറഞ്ഞ ഓരോ മാമോദിസയിലും ഞങ്ങൾ വൈദികര് പഠിപ്പിക്കേണ്ടത്. അങ്ങനെ നിരന്തരം പഠിപ്പിച്ചാൽ എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊക്കെ അറിയുകയൊക്കെ ചെയ്യുമായിരിക്കും. അങ്ങനെയാണ് ഈ തൈലാഭിഷേകം നൽകപ്പെടുന്നത്. പിന്നീട് പരിശുദ്ധ മാമോദിസ, തൈലാഭിഷേകം, കൈവെപ്പ് ശുശ്രൂഷ, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കൈവെപ്പ് ശുശ്രൂഷ. തുടർന്ന് പരിശുദ്ധ കുർബാന കൊണ്ട് അത് പൂർത്തീകരിക്കും. സമയം തീർന്നോണ്ട് പെട്ടെന്ന് പരിശുദ്ധ കുർബാന കൊണ്ട് അത് പൂർത്തീകരിക്കും. അപ്പോൾ മുതൽ ഈ കുഞ്ഞിന് തുടർന്നുള്ള എല്ലാ അച്ഛനെ കുറച്ച് സമയം എടുത്തോട്ടെ. എന്ന് വെച്ച് കഴിഞ്ഞാലേ നമുക്ക് അത് പൂർത്തിയാക്കി കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മുടെ അടിസ്ഥാനമില്ലാതെ പലപ്പോഴും പോകുന്നത്. ഞാൻ കുറച്ചുകൂടെ എനിക്ക് ഞാൻ ഓർത്ത് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഞാൻ തന്നെ വിട്ടുപോയ ചില കാര്യങ്ങളോ അല്ലെങ്കിൽ ഇടയ്ക്ക് തന്നെ സ്കിപ്പ് ചെയ്ത് ചാടിപ്പോയ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. പറയാനുള്ളത് 15 മിനിറ്റ് കുഴപ്പമില്ല കേട്ടോ. ഓക്കെ അതെനിക്ക് വലിയ ഉപകാരമായി. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് രണ്ട് കൂദാശകളുടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. പരിശുദ്ധ തൈലാഭിഷേകത്തെ കുറിച്ച് കുറച്ചുകൂടെ ചില കാര്യങ്ങളൊക്കെ പറയാം. തൈലാഭിഷേകം നമ്മൾ കരുതുന്നതിനേക്കാൾ ഏറ്റവും ഗൗരവമാർന്ന ഒരു സാക്രമെന്റാണ്, ഏറ്റവും ഗൗരവമാർന്ന ഒരു സാക്രമെന്റ്. ചിലപ്പോഴൊക്കെ നമ്മൾ ഈ പരികർമ്മം ചെയ്യപ്പെടുന്നതിനിടയ്ക്ക് ആളുകൾ അറിയാതെ മുങ്ങിപ്പോകുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ കൊച്ചിന് മാമോസയ്ക്ക് കൊണ്ടുപോകാന്നാണല്ലോ ആളുകൾ പറയാറുള്ളത്, അല്ലെ? മാമോസ കൊടുക്കാൻ കൊണ്ടുപോകുന്നു. അപ്പൊ അച്ഛൻ മാമോസ കൊടുക്കുന്നു, പിന്നെ ഏതാണ്ടൊക്കെ കഴിയുന്നു, അതിനിടയ്ക്ക് എന്തൊക്കെയാ നടക്കുന്നു, പരിശുദ്ധാത്മാവ് എന്നുള്ള പാട്ടൊക്കെ പാടുമ്പോൾ എന്താ പരിശുദ്ധ എന്നൊക്കെ നമ്മുടെ ഒരു കോമൺ ഫെയ്ത്ത്ഫുൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ 3 കൂദാശകൾ അതിന് ഡിസ്റ്റിങ്ഷനോട് തന്നെ പരികർമ്മം ചെയ്യപ്പെടുന്നതുകൊണ്ട് നമ്മൾ അറിയണം. കാർസോസ പ്രാർത്ഥനകൾ നോക്കുക. ഓരോ കാർസോസ പ്രാർത്ഥനകൾ, 2 സെപ്പറേറ്റ് കാർസോസ പ്രാർത്ഥനയുണ്ട്. ഒരു ബ്രേക്ക് എന്നതുപോലെ നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഗാനം അതിനിടയ്ക്കുണ്ട്. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് രണ്ടാമത് നടക്കുന്ന ആ കൂദാശയുടെ വലിയ പ്രാധാന്യത്തെക്കുറിച്ചാണ്. തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുകയും കൈവെപ്പ് വഴി ആ കുഞ്ഞിനെ പരിശുദ്ധ റൂഹായെ പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന, നേരിട്ട് മെത്രാൻ നിർവഹിക്കേണ്ട, അത്രയും ആദരവോടെ ശ്രദ്ധയോടെ ചെയ്യേണ്ട പറഞ്ഞു കൊടുക്കേണ്ട പരിശുദ്ധ കൂദാശയാണത്. ഇനി ഒരു കുഞ്ഞ് പരിശുദ്ധ റൂഹായുടെ ശക്തി കൊണ്ട് നിറയുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളീ പറിച്ചില്ലേ, ഒന്നാമത് ഈ പുണ്യങ്ങൾ കൊണ്ട് നിറയുന്നു എന്നുള്ളതാണ് അതിനകത്തെ ആദ്യത്തെ കാര്യം. പുണ്യങ്ങൾ കൊണ്ട്, സുഹൃതങ്ങൾ കൊണ്ട് നിറയും. ഈ ദയ, സൗമ്യത, ആത്മസംയമനം തുടങ്ങിയ പുണ്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുണ്ട്. അത് ബാല്യം മുതൽ തന്നെ പഠിക്കും. അത് ബാല്യത്തിൽ ഉണ്ടാവാതെ വരുമ്പോഴാണ് വലുതായി കഴിയുമ്പോഴും ഇവർക്ക് അവർ തന്നെ നിയന്ത്രിക്കാനൊന്നും പറ്റാതെയൊക്കെ പോകുന്നത്. അപ്പോൾ അത് കുഞ്ഞിന് ചെറുപ്പം മുതൽ തന്നെ സ്വീകരിക്കണം. അത് കുറച്ച് കഴിയുമ്പോഴേക്കും അവരെ അത് തിരിച്ചറിയിപ്പിച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ അത് കുഞ്ഞിലത് വളർന്നു വന്നുകൊണ്ടിരിക്കും. ഇനി ഞാൻ എൻ്റെ മാമോദിസയ്ക്ക് ശേഷം
ഈ തൈലാഭിഷേകം സ്വീകരിക്കുന്ന വർഷങ്ങളാണ്. അഭ്യുദയ പള്ളിക്കപ്പുറപ്പിൽ പിതാവിൽ നിന്നാണ്, കുറവങ്ങാട് പള്ളിയിൽ വെച്ചാണ് ഞാൻ തൈലാഭിഷേകം സ്വീകരിച്ചത്. മാമോസ അവിടെ തന്നെയാണ് സ്വീകരിച്ചത്, തൈലാഭിഷേകം സ്വീകരിച്ചത്, ആദ്യ കുർബാന സ്വീകരിച്ചത് അവിടെ നിന്നാണ്. അപ്പം ഞാനിങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ എപ്പോഴും അതിനെക്കുറിച്ച് ഓർക്കാറുണ്ട്. പിതാവ് ഇങ്ങനെ കവിളിൽ ഒരു തട്ടൊക്കെ തരുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നീട് എന്നെ അതിന് ഒത്തിരി നന്നായിട്ട് എൻ്റെ അധ്യാപകരും പ്രത്യേകിച്ച് അമ്മയൊക്കെ വളരെ കാര്യമായിട്ട് എൻ്റെ ഒരു കുഞ്ഞു കാര്യങ്ങൾ വരും എന്ന് പറഞ്ഞാൽ മാമോസ ഈ ആദ്യ കുർബാന തൈലേപനം സ്വീകരിക്കാനായിട്ട് അന്ന് തൈലേപനം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ ആ സമയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു. തൈലാഭിഷേകം സ്വീകരിക്കാനായിട്ടൊക്കെ ഒരുങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ഒക്കെ ചെറിയ നമുക്ക് എന്തെങ്കിലും പേടിയൊക്കെ വരുമ്പോഴേക്കൊക്കെ നമ്മളോട് പറയായിരുന്നു, നീ ഇപ്പം വിഷമിക്കേണ്ട, ആ പേടി തൈലാഭിഷേകം സ്വീകരിക്കും മാറും. കാരണം പരിശുദ്ധ റൂഹ സ്ലീഹന്മാരെ ശക്തിപ്പെടുത്തിയെന്ന് ഓർത്തു നോക്കി. അവരുടെ ഭയന്ന് കഥ കടച്ച് ഒളിച്ചിരുന്ന സമയത്ത് പരിശുദ്ധ റൂഹ അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പം അവർ പിന്നെ ഒന്നും പേടിച്ചില്ല. അവർ കഥക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അങ്ങോട്ട് പ്രഘോഷിക്കാനൊക്കെ തുടങ്ങി. അപ്പോഴേക്കും ഒത്തിരി പേര് മാമോസ സ്വീകരിച്ചു, വിശ്വാസം സ്വീകരിച്ചു എന്നുള്ള കഥകളൊക്കെ സംഭവങ്ങളൊക്കെ കുഞ്ഞുനാളിലെ പറഞ്ഞു തരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു ഇത് സ്വീകരിച്ച് കഴിയുമ്പോൾ. അതെന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാം, എന്നിൽ അത് വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുമുണ്ട്. എൻ്റെ പേഴ്സണലായിട്ടുള്ള ഇത് പറഞ്ഞ് വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. മാത്രമല്ല അതിൻ്റെ ഓരോ കുഞ്ഞു കാര്യങ്ങൾക്കകത്തും നമ്മൾ ഈ സബ്ജക്ട്, ഉദാഹരണത്തിന് ഇത് പറഞ്ഞ പേഴ്സണലായിട്ടാണ് പറയുന്നത്, എന്നിങ്ങനെ പുറത്ത് പറയാമെന്ന് എനിക്കറിയാം. ഈ തലോട്ടപ്പനെയും തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ പോലും ഞാൻ ഒരു മാമോദീസയ്ക്ക് ചെന്നു. അപ്പം അവിടെ ഒരു കപ്പ്യാരുണ്ടായിരുന്നു. ആ കപ്പ്യാര് ഏതാണ്ട് 50 വർഷത്തോളം കപ്പ്യാരായിരുന്നു. അദ്ദേഹം തൻ്റെ ചെറുപ്പം മുതൽ തന്നെ ദേവാലയ ശുശ്രൂഷയായിട്ട് കൂടിയിട്ട് അങ്ങനെ. അപ്പം ഞാൻ അന്ന് മാമോദീസായ്ക്ക് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലെ പല കാര്യങ്ങൾ മാമോദീസായെക്കുറിച്ച്, അതുപോലെ തലോട്ടമ്മയുണ്ടല്ലോ, അവരുടെ ദൗത്യത്തെക്കുറിച്ച് ഒക്കെ ഇങ്ങനെ പറഞ്ഞു. തലോട്ടമ്മയ്ക്കും വലിയ സ്ഥാനമാണ് ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിലുള്ളത്. എന്ന് വെച്ചാൽ അവരിലൂടെയാണല്ലോ ഈ ദൈവിക ജീവൻ നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ അത് പ്രായോഗിക കാര്യങ്ങൾ പോലും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ആദ്യ കുർബാന സ്വീകരണം എന്നില്ല, ഇപ്പം ആഘോഷമായ കുർബാന സ്വീകരണം അത് വരുന്നു. ആ സമയത്ത് ആദ്യം ക്ഷണിക്കേണ്ടത് ഈ തലോട്ടമ്മയാണ്. അതുപോലെ എൻ്റെ പട്ടത്തിൻ്റെ സമയത്ത് ഞാൻ മുൻപിലിരുത്തിയത് തലോട്ടമ്മയുമാണ്. കാരണം എൻ്റെ ആത്മാവിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഒക്കെ അപ്പനും അമ്മയെന്ന് വിളിക്കപ്പെടേണ്ടവർ അവരാണ് എന്നെ മിശിഹായിലൂടെ നൽകപ്പെട്ട ജീവനെ ഓർമ്മിപ്പിക്കുന്നവർ. അതുകൊണ്ട് അവർക്ക് വലിയ സ്ഥാനമുണ്ടെന്ന് മാത്രമല്ല, അവർക്ക് വലിയ ദൗത്യമുണ്ട്. അവരാണ് കുഞ്ഞിൻ്റെ ആത്മീയ കാര്യങ്ങൾ നോക്കേണ്ടത്, അവരുടെ വിശ്വാസ വളർച്ചയുടെ കാര്യം നോക്കേണ്ടത്, സമയാസമയങ്ങളിൽ കുദാശകൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതൊക്കെ ഈ തലോട്ടമ്മയുടെയും ഉത്തരവാദിത്തമാണ്. എന്ന് വെച്ചാൽ ഒരു കുഞ്ഞിങ്ങനെ കല്യാണം കഴിക്കാതെ നടക്കുവാണെങ്കിൽ എന്താ നീ കല്യാണം കഴിക്കാതെ വിവാഹം സ്വീകരിക്കണ്ടേ എന്നൊക്കെ ചോദിക്കേണ്ടത്. സ്ത്രീധനമൊക്കെ വീട്ടുകാർ കൊടുത്തോളും, പക്ഷേ ഇതൊക്കെ അന്വേഷിക്കേണ്ടത് നമ്മുടെ ദൗത്യമാണ്. അല്ലാണ്ട് ഒരു കുഞ്ഞിന് തലോട്ടപ്പനാകാൻ അവസരം കിട്ടി ഹായ് എന്ന് പറഞ്ഞ പോവല്ല. ആ കുഞ്ഞിനെ ജീവിതകാലം മുഴുവൻ നമ്മൾ മരിക്കണ വരെ ആ കുഞ്ഞിൻ്റെ അപ്പൻ എന്നതുപോലെ അമ്മ എന്നതുപോലെ അക്കമ്പനി ചെയ്യേണ്ട കടമ ഈ തൈലാഭിഷേകത്തിനും പരിശുദ്ധ മാമോദിസയ്ക്കും തലോട്ടമ്മയായിട്ട് നിന്നിട്ടുള്ള ആളുകൾക്കുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളിത് ആളുകളെ ഓർപ്പിക്കുകയും ചെയ്യണം. അപ്പം അതുകൊണ്ട് വിശ്വാസ പരിശീലനത്തിന് പോകുന്നില്ല ഒരു കൊച്ച്, അപ്പനും അമ്മയോടും വിളിച്ചു തന്നിട്ട് മിണ്ടാണെങ്കിൽ മാറിയിരിക്കുക, കൊച്ചിനെ ഞാൻ കൊണ്ടുപോവാണ് എന്ന് പറഞ്ഞിട്ട് അവർ വേണം കൊണ്ടുപോകാൻ. അപ്പം ആ കുഞ്ഞ് വിശ്വാസത്തിലും ധാർമ്മികതയിലും വളരുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് തലോട്ടമ്മയാണ്. അവര് പ്രാർത്ഥനാപൂർവ്വം അത് ചെയ്യണം, അധികാരപൂർവ്വം അത് ചെയ്യണം. എന്ന് മാത്രമല്ല, ആ കുഞ്ഞിൻ്റെ ആത്മീയ കാര്യങ്ങൾക്കകത്ത് ഇടപെടുകയും ശാസിക്കേണ്ടടുത്ത് ശാസിക്കുകയൊക്കെ ചെയ്യാനുള്ള അധികാരം ഇവർക്കുണ്ട് എന്ന് മാതാപിതാക്കൾ ഈ കുഞ്ഞിനെ പഠിപ്പിക്കുകയും ചെയ്യണം. അല്ലാണ്ട് ആ ചട്ടണത്തിന് ഇതന്വേഷിക്കാൻ വരുന്നത് എന്ന് തോന്നിപ്പിക്കാത്ത പോലെ നമ്മളത് പഠിപ്പിക്കുകയും ചെയ്യണം. അത് മാമോസ പരികർമ്മം ചെയ്യുന്ന സമയത്ത് തന്നെ ഈ അച്ഛന്മാരൊക്കെ ഞങ്ങൾ പറഞ്ഞാൽ തന്നെ അത് പതുക്കെ ആൾക്കാർക്ക് ബോധ്യപ്പെട്ടുള്ളൂ. ഇനി ഞാൻ പറഞ്ഞു വന്നത് ഈ കപ്പ്യാരനോട് പറഞ്ഞ രസകരമായ ഒരു കുഞ്ഞു കാര്യമാണ്. ഇതിന് തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, പക്ഷേ ഇതൊരു രസകരമായ എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യം. അദ്ദേഹം എന്നോട് പറഞ്ഞേ, എനിക്ക് അച്ഛാ 5 മക്കളുണ്ട്, ഞാനതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ, എനിക്കിത് ആരും പറയാതെ തന്നെ എനിക്കിത് അറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ 5 മക്കളുടെയും തലോട്ടമ്മയാനായിട്ട് ഈ ഇടവകയിലെ ഏറ്റവും നല്ലതെന്ന് ഞാൻ കണ്ട ചില ആളുകളെ തെരഞ്ഞുപിടിച്ച് കൊണ്ടുവരുമായത്. അല്ലാണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നൊന്നും ആൾക്കാരെ ഒന്നും വെച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പം എന്നിട്ട് പുള്ളി എൻ്റെ ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചു ഇങ്ങനെ അടിച്ച്. അപ്പം ഞാൻ എന്നിട്ടെന്നാ 2 പേര് അച്ഛനായി, 2 പേര് സിസ്റ്ററായി, ഒരാൾ നല്ല കുടുംബവും നയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയാ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കപ്പ്യാരെ പേഴ്സണലായിട്ട് അറിയാൻ ആഗ്രഹമുണ്ട് എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചാൽ പറയുകയും ചെയ്യും. അപ്പം അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞേ. അപ്പം ഞാനിങ്ങനെ പിന്നീട് ആലോചിച്ച് നോക്കിയപ്പം അത് ന്യായമാണ്. കാരണം എന്താണ്, ആ കുഞ്ഞിൻ്റെ ഒരു സാധാരണ ബയോളജിക്കൽ പേരൻസിൻ്റെ സ്വഭാവവും പ്രത്യേകതകളൊക്കെ അവരിലേക്ക് വരുമെങ്കിൽ ഒരു ആത്മീയ പിതൃത്വത്തിൻ്റെ സ്വഭാവമൊക്കെ നമ്മളറിയാതെ പരിശുദ്ധ റൂഹ അവരിലേക്കും പകർന്നു കൊടുക്കുകയൊക്കെ ചെയ്തില്ലേ.
എന്ന് ഞാൻ ഓർക്കും. എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കുഞ്ഞ് എന്ന് പറഞ്ഞാൽ ഇതൊരു തിയോളജിക്കൽ ഫൗണ്ടേഷൻ അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇങ്ങനെ പോലും എന്തുമാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ കൂദാശകൾ ഇടപെടുന്നത് എന്ന് നമ്മൾ അറിയണം, ഈ കുഞ്ഞിന്റെ വളർച്ചയിൽ കാലഘട്ടം മുതൽ തന്നെ. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ ചൈൽഡ് ബാപ്റ്റിസവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ശൈശവ മാമോദിസ എന്ന് പറയുന്നത്. കുറെ ആൾക്കാർ ചോദിക്കും, ഇതെങ്ങനെയാ മാമോദിസ പിള്ളേർക്ക് കൊടുക്കുന്നത്? അവർക്ക് തിരിച്ചറിവില്ലല്ലോ. തിരിച്ചറിവ് ഉണ്ടായിട്ട് കൊടുക്കുന്നതല്ലേ കുറച്ചുകൂടെ ഉചിതം, ശരിയല്ലേ? ആലോചിച്ച് നോക്കിയാൽ തിരിച്ചറിവായി കഴിയുമ്പോഴേക്കും അത് കൊടുത്താൽ കുറച്ചുകൂടെ മനോഹരമായിരിക്കില്ല, കൊച്ചിനെ അറിയാം, നല്ല കാര്യമല്ലേ അത്? സംഭവം ശരിയാണ്. പക്ഷെ അത് വേറെ കാര്യമുണ്ട്. പഴയകാലത്ത് തിരിച്ചറിവായിട്ടല്ലേ കൊടുത്തിരുന്നത്? അതുമാണ് അതിന്റെ കാരണം. എന്തായിരുന്നു? അവർ വലുതായി കഴിയുമ്പോഴാണ് ഈശോയുടെ കാലത്തിൽ അല്ലെങ്കിൽ സ്ത്രീഹന്മാരുടെ കാലത്തിൽ മാമോസ സ്വീകരിക്കാൻ കൺവേർട്ടഡ് ആയിട്ട് വരുന്ന ആളുകൾക്ക് അന്നേരം മാമോസ കൊടുക്കാന്നല്ലാണ്ട് അവരുടെ ബാല്യത്തിലേക്ക് പോകാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരുന്നത്. ഇനി എന്താണ് അതിന്റെ വിശുദ്ധാനന്ദ ബാക്ക്ഗ്രൗണ്ട്? വിശുദ്ധാനന്ദത്തിൽ ഒത്തിരി സ്ഥലങ്ങളിൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾക്കകത്തൊക്കെ സ്നേഹന്മാരുടെ നടപടികൾക്കകത്തൊക്കെ നമ്മൾ വായിക്കും, കുടുംബം ഒന്നാകെ മാമോസ സ്വീകരിച്ചു. കുടുംബത്തിനകത്ത് മുതിർന്നവരും ചെറിയവരും ഒക്കെ ഉണ്ടല്ലോ, പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മാമോസ സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അന്നു മുതൽ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു പുതിയ കണ്ടുപിടുത്തമല്ല. പ്രൊട്ടസ്റ്റന്റുകാരൊക്കെ പറയും അത് ശരിയല്ല, അതുകൊണ്ട് ഞങ്ങളത് ചെയ്യുന്നില്ല എന്നൊക്കെ പറയും. ഇതിനകത്ത് അവരുടെ ആർഗ്യുമെന്റ്സിന് ഒത്തിരി പ്രതിസന്ധികളുണ്ട്. ഒന്നാമത്തേത്, കുടുംബം ഒന്നാകെ സ്വീകരിച്ചിരുന്ന ഒരു പാരമ്പര്യം ആദിമസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളത് കൊടുക്കാനായിട്ട് മടിക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ എന്താണ്? തിരിച്ചറിവിനേക്കാൾ വലുതാണ് നീഡ്. എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് കുഞ്ഞിന് ചെറുപ്പത്തിൽ പനിയാണ്. ഇത് തിരിച്ചറിവാതെ കൊടുക്കില്ല എന്ന് പറഞ്ഞ ആളോട് ചോദിക്കുക, നിങ്ങളുടെ കൊച്ചിന് പനി വന്നു, ഒരു 4 മാസം 6 മാസമായ കൊച്ചിന് പനി വന്നു, നിങ്ങൾക്ക് ഡോക്ടർ തന്നിട്ടുണ്ട് ഇന്ന പാരസെറ്റമോളിന്റെ 2 ഡ്രോപ്പ് കൊടുത്താൽ മതി, ഇത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് കൊച്ചിന് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ എന്ന് ഇവർ പറയില്ല. അല്ലെങ്കിൽ കൊച്ചു വലുതായിട്ട് ചോദിക്കട്ടെ, അന്നേരം കൊടുക്കാമെന്നും പറയില്ല. കാരണം എന്താണ്? അതിന്റെ അറിവിനേക്കാൾ വലുതാണ് ആ നീഡ്. അത് കൊടുത്തില്ല, കൊച്ചു മരിച്ചു. അപ്പോ ആ കുഞ്ഞിന്റെ ജീവൻ, താൽക്കാലിക ജീവൻ നിലനിർത്താൻ മരുന്ന് ആവശ്യമാണ് എന്നറിയാമെങ്കിൽ ആത്മാവിന്റെ ഔഷധത്തെക്കാൾ വലുതായിരിക്കുന്ന, ജീവന്റെ തന്നെ കാരണമായിരിക്കുന്ന പരിശുദ്ധ മാമോസ കൊടുക്കാൻ വിവേകമുള്ള മാതാപിതാക്കള് അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. ആ കുഞ്ഞിന് കൊടുക്കാം. ഇനി അവിടെ ഉണ്ടാകാവുന്ന ഒരു പ്രശ്നം എന്താണ്? കുഞ്ഞിന്റെ ഫ്രീഡമാണ്. നമുക്കറിയാം, മാമോസ ഒരിക്കലും ഒരാൾക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ഒരാൾ വിൽഫുൾ ആയിട്ട് അത് ഏറ്റുപറഞ്ഞ് സ്വീകരിച്ചാലേ മാമോസയാവുള്ളൂ. അപ്പൊ പിന്നെ ഈ ഫ്രീഡം ഒരു പ്രശ്നമല്ലേ? ഒരു വിഷമം വിചാരിക്കേണ്ടതില്ല. അതിന്റെ അർത്ഥം ഇതാണ്, ഒരു കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് നമ്മൾ തുടർന്ന് മാമോസയെ കുറിച്ച് ആ കുഞ്ഞിനെ ബോധ്യപ്പെടുത്തും, അല്ലെ? വിശ്വാസ പരിശീലനത്തിലൂടെ. അത് ബോധ്യപ്പെട്ട ശേഷം ആ കുഞ്ഞിന് വേണമെന്നുണ്ടെങ്കിൽ അതിനെ തിരസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തിരസ്കരിക്കുന്നതോടുകൂടെ അത് ആളില്ലാണ്ടായി പോകും. തിരിച്ചറിഞ്ഞിട്ട് നിഷേധിക്കാവുന്നതിന് ഇതൊരു തടസ്സമൊന്നുമല്ല. പക്ഷേ തിരിച്ചറിയുന്ന ഒരു കാലത്ത് ആ കുഞ്ഞ് തിരിച്ചു ചോദിക്കുവാണെങ്കിലോ, എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ എനിക്ക് നേരത്തെ തന്നില്ല? അപ്പൊ നമുക്ക് പുറകോട്ട് പോയി കൊടുക്കാൻ പറ്റും, ബാല്യത്തിലേക്ക് കൊടുക്കാൻ പറ്റും. ഇത്രയും വലുതായ 18 വയസ്സായി തിരിച്ചറിവായി എന്ന് പറഞ്ഞിട്ട് മാമോസ കൊടുക്കുമ്പോൾ ഈ കൊച്ചു ചോദിക്കുക, ഇത്രയും വലിയൊരു കാര്യം നിങ്ങൾക്ക് ബാക്കി നല്ലതൊക്കെ എനിക്ക് തരായിരുന്നു, എന്നിട്ട് ഇത്രയും നല്ലൊരു കാര്യം എന്തേ നിങ്ങൾ എനിക്ക് തന്നില്ല എന്ന് ചോദിച്ചാൽ അതിനെന്താണ് മറുപടി? അത്രയും നാൾ ആ കുഞ്ഞിന് പറ്റിയ നഷ്ടം എന്താണ് അതിന് മറുപടി? ഇതിന് മറുപടിയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളത് കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ശരിയായ കാര്യം. ആ കുഞ്ഞിന് നമുക്ക് ഫ്രീഡത്തെക്കുറിച്ച് ഡൗട്ട് ഉണ്ടോ? അതിന് ഫ്രീഡം ഉണ്ടായി കഴിയുമ്പോൾ നിഷേധിക്കുവാണെങ്കിൽ നിഷേധിച്ചോട്ടെ. പക്ഷെ നിഷേധിക്കുകയില്ല ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെ? മാമോസ എന്താണ് ശരിക്കും മനസ്സിലായ ഒരാൾ എപ്പോഴേലും നിഷേധിക്കൂ? ഒരിക്കലും നിഷേധിക്കത്തില്ല എന്ന് നമുക്ക് നല്ല ഉറപ്പാണ്. ഇനി അത് വേറൊരു കാര്യമുണ്ട്. മാതാപിതാക്കളുടെ പാട്രിമണിക്ക് മക്കൾക്ക് അവകാശം ഉണ്ടെന്നുള്ളതൊരു സെക്കുലർ അണ്ടർസ്റ്റാൻഡിങ് ആണ്, അല്ലേ? മാതാപിതാക്കളുടെ പാട്രിമണിക്ക്, അവരുടെ സ്വത്തിന്, അവരുടെ കുടുംബ മഹിമയ്ക്ക് ഒക്കെ കുഞ്ഞിന് അവകാശമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അത് അവന് 18 വയസ്സായിട്ട് ഒക്കെ അവന് അവകാശമുള്ളൂ. അതുവരെ കൊച്ചിന് ഫുഡില്ല, വസ്ത്രമില്ല എന്നുമില്ല നമ്മൾ പറയും? ഒന്നുമില്ല. പാട്രിമണി എന്ന് പറയുന്നത് ആ കുഞ്ഞിന്റെ അവകാശമാണ്. സത്യത്തിൽ നസ്രാണികളായ നമ്മുടെ പാട്രിമണി എന്താണ്? മിശിഹായുള്ള വിശ്വാസമാണ്. അത് നമുക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ ആ ശ്രേഷ്ഠമായ പാട്രിമണിയിൽ നമുക്ക് ആ കുഞ്ഞിനെ പങ്കാളിയാക്കാം, കൊടുക്കണം. നമ്മളെല്ലാം കൊടുക്കുമല്ലോ. നമ്മൾ അറിഞ്ഞും അറിയാതെ ഒത്തിരി കാര്യം കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്വഭാവവും നമ്മുടെ ഷേപ്പും വരെ കുഞ്ഞിലേക്ക് പോകാറുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള തലമുറകളിലൂടെ സൂക്ഷിച്ച് കൈമാറ്റം ചെയ്തു വന്ന ആ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠത, അതിന്റെ വലിയ ദാനം ആ കുഞ്ഞിന് കൊടുക്കുന്നതിന് നമ്മൾ എന്തിനാ മടിക്കുന്നത്? അതുകൊണ്ട് ശൈശവ മാമോദിസ കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഇനി ഈ പ്രൊട്ടസ്റ്റന്റുകാർ ചോദിക്കുന്ന ചോദ്യത്തിന് അത് കിടക്കുന്ന എന്താ? കൊച്ചിന് തിരിച്ചറിവായില്ലോ അല്ലെങ്കിൽ ബോധം വെച്ചില്ലോ എന്നാണ്. ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ, ഈ ബോധം വെക്കുക എന്ന് പറയുന്നത് എപ്പോഴാണ്? എനിക്ക് എളിമയോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം, ബോധ്യത്തോട് പറയാവുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധ മാമോദിസയുടെ ഉള്ളർത്ഥം മുഴുവനും ഇപ്പോഴും എനിക്ക് ഗ്രഹിക്കാൻ പറ്റില്ല എന്നെനിക്കറിയാം, അല്ലേ?
അതിൻ്റെ മഹത്വവും അതിൻ്റെ ഉള്ളർത്ഥങ്ങളും ഗ്രഹിക്കാൻ 17-18 വർഷം സെമിനാരിലും മറ്റ് തിയോളജിക്കൽ സ്റ്റഡീസും ഒക്കെ ആയിട്ട് കഴിഞ്ഞിട്ട് ഇന്ന് എനിക്ക് എനിക്കില്ലാന്ന് എനിക്കറിയാമായിരിക്കെ ഒരായുഷ്കാലം കൊണ്ട് ഒരാൾക്ക് എങ്ങനെയാണ്, ഒരായുസ് കൊണ്ട് എങ്ങനെയാണ് ഒരാൾക്ക് ഇതിൻ്റെ ഉള്ളർത്ഥം മുഴുവൻ അറിയാൻ പറ്റുന്നത്? എപ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടാവുന്നത്? അങ്ങനെ ഒരു അറിവ് ഒരിക്കലും ഉണ്ടാകത്തില്ല. ഒരുപക്ഷെ കുറച്ചുകൂടെ ഈ സ്വർഗീയ രഹസ്യങ്ങളെക്കുറിച്ച് അറിവുള്ളത് പാപമില്ലാത്ത അവസ്ഥയിലുള്ള ഒരു കുഞ്ഞിൻ്റെ ആത്മാവിനായിരിക്കുകയല്ലേ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞിന് മാമോസ കൊടുക്കുന്നിടത്തോളം ഉചിതമായ ഒരു പ്രവൃത്തി ഇല്ല എന്നാണ് അതിനെക്കുറിച്ച് പറയാവുന്നത്. ഇനി അത് മാമോദീസയുമായി ബന്ധപ്പെടുത്തിയുള്ള പൊതിയപ്പെടലാണ് ശരിക്കും പറഞ്ഞത്. രണ്ടാമത്തേത് അഭിഷേകമാണ്. ഈ അഭിഷിക്തനാകുന്ന മിശിഹായുടെ രാജകീയ പൗരോഹിത്യത്തിൽ, ഇതൊരു വലിയ വിഷയം, ഞാൻ പറഞ്ഞു പോകാതെ ഇടയ്ക്കിപ്പോൾ വിട്ടുപോയ കാര്യമാണ്. നമ്മൾ സകല മാമോസ സ്വീകരിച്ചവർക്കും ഉള്ളതും പൗരോഹിത്യമാണ്. ആ പൗരോഹിത്യത്തെ വിളിക്കുന്ന പേര് രാജകീയ പൗരോഹിത്യം എന്നാണ്. ശരിക്കും അതിൻ്റെ ഏറ്റവും കുറച്ചുകൂടി ഉചിതമായ പേര്, അതിനുള്ള പേര് തന്നെയാണ്, അത് മാമോദിസ പൗരോഹിത്യം എന്നാണ്. മാമോദിസ പൗരോഹിത്യം. നമ്മൾ രാജകീയ പൗരോഹിത്യം എന്ന് പറയുന്നത് അതിൻ്റെ സ്വഭാവം കൊണ്ടാണ്. ഇനി അത് ഒണ്ടോളജിക്കലി എന്താണെന്ന് ചോദിച്ചാൽ അത് മാമോദിസ പൗരോഹിത്യമാണ്. എ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ബാപ്റ്റിസം. അതാണ് നമ്മളെല്ലാവരും സ്വീകരിച്ചിട്ടുള്ളത്. പൊതുവിൽ എല്ലാവരും സ്വീകരിച്ചിട്ടുള്ളത് ജന്മത്താലുള്ള പൗരോഹിത്യമാണ്. നമ്മൾ രാജകീയ പൗരോഹിത്യം ചിലപ്പോൾ ഇതൊക്കെ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. അതായത് ഞാൻ ഈ ഇടയ്ക്കൊക്കെ ചില നമ്മുടെ മലയാള സഭയുടെ ചില കോണുകളിൽ നിന്നൊക്കെ ഇങ്ങനെ കേട്ടതാണ്, ഞങ്ങൾ രാജകീയ പൗരോഹിത്യമുള്ള ആളുകളാണ്, ഞങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയുള്ള ശുശ്രൂഷയുടെ പൗരോഹിത്യമാണ് അച്ഛന്മാർക്കുള്ളൂ, അതുകൊണ്ട് ഞങ്ങളാണ് എന്നൊക്കെ പറയാറൊക്കെയുണ്ട്. ഇത് ആര് വലുത് ആര് ചെറുതെന്ന് പറയാനുള്ള കാര്യമൊന്നുമല്ല. ഈ രാജകീയ പൗരോഹിത്യം അഥവാ മാമോദിസ പൗരോഹിത്യം അൽമായർക്കും വൈദികർക്കും ഉള്ളതാണ്. 2 പേർക്കും ഉണ്ട്. ഇനി അതിൻ്റെ മുകളിലാണ് മറ്റൊരു ദൗത്യത്തിന് വേണ്ടിയുള്ള അഭിഷേകമാണ് ഈ ശുശ്രൂഷ പൗരോഹിത്യത്തിനകത്ത് നൽകുന്നത്. അപ്പം ഈ അഭിഷിക്തനാകുന്ന മിശിഹായുടെ അഭിഷേകമാണ് ഈ രാജകീയ പൗരോഹിത്യത്തിൽ, ശുശ്രൂഷ പൗരോഹിത്യത്തിൽ 2 വിധത്തിൽ, ഒരേ പൗരോഹിത്യത്തിൻ്റെ രണ്ട് രൂപങ്ങളാണ്, അല്ലെങ്കിൽ 2 തലങ്ങളാണ് എന്നൊക്കെ പറയാം, 2 മേഖലകളാണ് എന്നൊക്കെ പറയാവുന്നത്. അതാണിത്. അപ്പം അതുകൊണ്ട് തൈലാഭിഷേകം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ഈ തൈലാഭിഷേകം എന്ന കുദാശയിൽ അതങ്ങനെ തന്നെ രണ്ടാമതും ഉണ്ടായിരിക്കുന്നത് ഉചിതമാണ് എന്നാണ് എൻ്റെ ഒരു വിചാരം. അഭിയന്റെ പിതാവിന് അതിനെക്കുറിച്ച് ഫൈനലായിട്ട് പറയാൻ കേട്ടോ. ഇല്ല, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ക്ഷമിക്കണം ഞാൻ വീണ്ടും ചോദിക്കുന്നതിൽ. ഈ ദെസിദേരിയോ എന്ന് പറയുന്ന ഫ്രാൻസിസ് പാപ്പായുടെ ഡോക്യുമെന്റിൽ പാപ്പ പറയുന്നുണ്ട്, ജലം സൃഷ്ടിച്ചത് മാമോദിസ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജലത്തിൻ്റെ ബിബ്ലിക്കൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയുന്നുണ്ട്, ജലത്തോട് ഈശോയുടെ രക്തം കലർത്തപ്പെട്ടു, ആ ജലത്തിലാണ് മാമോദിസ മുക്കപ്പെടുന്ന കാര്യം. അപ്പോൾ അതേക്കുറിച്ച് ഇപ്പോൾ ഈ തൈലം വഴിയാണോ എങ്ങനെയാണ് ഇത് മാമോദിസയിലെ ഈ രക്തം കലർത്തപ്പെട്ടു എന്ന് DD-യിൽ പറയുന്നത് ഒരു പക്ഷേ ഒരു പടി കൂടെ കടന്ന് ഈശോ മിശിഹായുടെ രക്തത്തിൻ്റെ ബലിയാണ് ഈ കുഞ്ഞ് മാമോസയെ സ്വീകരിക്കുന്നത്. അഥവാ അവിടുന്ന് ജലത്തോട് തൻ്റെ രക്തത്തെ കലർത്തുന്നത് അവിടുത്തെ കുരിശു മരണത്തിലാണ്. കലർത്തുന്നു, ആ കലർന്നത് അവിടുന്ന് നിന്ന് തന്നെ പുറത്തേക്ക് ഒഴുകുകയും ചെയ്യുന്നു. വെള്ളവും രക്തവും അവിടുത്തെ തിരുവിലാവിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുകയും ചെയ്യുന്നു. അതാണ് സഭ എന്നൊക്കെ നമ്മൾ പിന്നീട് പഠിക്കുക വെച്ചു. അപ്പം അങ്ങനെ കർത്താവിൻ്റെ ഇതിനൊരു വലിയ ഒരു ഒരുക്കത്തിൻ്റെ ഒരു കാലഘട്ടം കൂടിയുണ്ട്. അവിടുന്ന് തൻ്റെ പരസ്യജീവിതത്തിൻ്റെ ആരംഭത്തിൽ വെള്ളത്തെ വീഞ്ഞായി മാറ്റുകയും ആ വീഞ്ഞിനെ അവിടുന്ന് അന്ത്യത്താഴ സമയത്ത് വിശുദ്ധ കുർബാനയുടെ സ്ഥാപന സമയത്ത് രക്തമാക്കി മാറ്റുകയും ചെയ്യും. അങ്ങനെ യഥാർത്ഥത്തിൽ അവിടുന്ന് തൻ്റെ രക്തത്തോട് മുന്നേ വെള്ളമായിരുന്ന ജലത്തെ വീഞ്ഞാക്കി പകർത്തിയിട്ട് അതിനെ തൻ്റെ രക്തത്തോട് കലർത്തുന്ന, അല്ലെങ്കിൽ തൻ്റെ രക്തമാക്കി മാറ്റുന്ന സംഭവം വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിൽ നടക്കുന്നു. അത് റിയലൈസ് ചെയ്യുന്നത് അവിടുത്തെ യഥാർത്ഥം എന്ന് പറയാൻ പറ്റില്ല, അത് ഹിസ്റ്റോറിക്കൽ ബലിയിലാണ്. അപ്പം അവിടെയാണ് ശരിക്കും ഈ രക്തത്തോട് കലർത്തുന്നത്. ഇനി മാമോസം നമ്മൾ സ്വീകരിക്കുമ്പം ആ ബലിയുടെ യോഗ്യതകളും ആ ബലിയുമാണ് അനുഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മാമോസ സ്വീകരിക്കുന്ന ഒരു വ്യക്തി സ്വീകരിക്കുന്ന ജലത്തിനകത്ത് അവിടുത്തെ ബലി കലർന്നിട്ടുണ്ട്, അവിടുത്തെ രക്തത്തിൻ്റെ ബലി കലർന്നിട്ടുണ്ട്, അവിടുത്തെ രക്തം ചിന്തൽ കലർന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കുറച്ചുകൂടെ എന്താ പറയുക തിയോളജിക്കലായിട്ടുള്ള സെൻസ് എന്നാണ് ഞാനിങ്ങനെ പെട്ടെന്ന് തോന്നുന്നത്. താങ്ക് യു കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അഡ്മിറ്റ് ചോദിക്കാം പ്ലീസ്. നമ്മുടെ അരുണച്ച ക്ലാസ് ഒത്തിരി നന്നായിരുന്നു. ഞാൻ കുറേ സംശയങ്ങളുണ്ട്, എന്നാലും എല്ലാം ചോദിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഒരെണ്ണം ചോദിക്കാന്ന് ഓർത്താണ്. നമുക്ക് എല്ലാ സംശയം ചോദിച്ചോ. അതെ അതെ, നമ്മളുടെ 1:30 ആയിട്ടുള്ളൂ. പിതാവിനോട് ഒരു ചെറിയ ചോദ്യം ഉണ്ടായിരുന്നു. അതായത് അരുണച്ചൻ എന്താ ഇത്രയും കാലമായിട്ട് ഗ്രേറ്റ് ബ്രിട്ടനിലേക്ക് കൊണ്ടുവരാത്തതെന്ന്. സമയത്തിന്റെ പുറത്തേക്ക് താങ്ക് യു പിതാവേ. പിന്നെ അച്ഛാ, അതായത് നമ്മളുടെ സഭയിൽ ഇപ്പം അച്ഛൻ ഇതിനിടെ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ കുർബാനയിൽ മാമോദീസ സ്വീകരിക്കാത്തവർക്ക് പോകാം എന്നുള്ളത്. അതായത് മാമോദീസ സ്വീകരിച്ചതിന് ശേഷമേ അതിനുള്ള യോഗ്യത ഉണ്ടായിരുന്നുള്ളൂ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് കൂടാനായിട്ട്, പങ്കുചേരാനായിട്ട്. നമ്മുടെ ഒരു പരമ്പരാഗതമായിട്ട് നമ്മൾ 7 ദിവസം അല്ല 8-ാം ദിവസം മാമോദീസ സ്വീകരിക്കുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഈ പറഞ്ഞതുപോലെ പുറത്തു പോകുന്നത് കൊണ്ടും പലവിധ കാരണങ്ങളാൽ മാമോദീസ ഒത്തിരി താമസിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പള്ളിയിൽ പോകാനുള്ള, അങ്ങനെ പള്ളിയിൽ പോകാൻ മടിക്കുന്ന അമ്മമാര് ഉണ്ട് നമ്മുടെ ഇടയിൽ. അതായത് മാമോദീസ കുഞ്ഞ് സ്വീകരിക്കാത്തതുകൊണ്ട്. അപ്പൊ നമ്മുടെ മറ്റു പൗരസ്ത്യ, ചില അകത്തോലിക്ക പൗരസ്ത്യ സഭകളില് അതിനു മുൻപ് ഒരു പ്രാർത്ഥന ചൊല്ലി അവരെ പള്ളിയിലേക്ക് കയറ്റുന്ന ഒരു ഇതുപോലെ കേട്ടിട്ടുണ്ട്. അതായത് മാംസം സ്വീകരിക്കാനായിട്ട് എന്തെങ്കിലും അവർക്ക് അസൗകര്യം ഉള്ളത് കൊണ്ടാണെന്ന് താമസിക്കുന്നതെങ്കിൽ അതിനു മുൻപ് പള്ളിയിൽ കയറണം. നമ്മളുടെ ഒരു സിറോ മലബാർ സഭയുടെ പ്രത്യേക ഇതില് അതെന്താണ് എന്നുള്ളതിനെ പറ്റി ഒന്ന് പറഞ്ഞു തരാമോ? അതായത് മാംസം സ്വീകരിക്കാൻ താമസിക്കുകയാണെങ്കിൽ അവർക്ക് പള്ളി വരാനുള്ള കാരണങ്ങളെ പറ്റി. കാരണം ചില യാക്കോബായ സഭകളിലൊക്കെ ഉള്ളവർ ചോദിക്കുന്നുണ്ട്, നമുക്ക് പള്ളി വരാൻ ഇത് ഇവിടെ വരുന്നതിന് കുഴപ്പമുണ്ടെന്നൊക്കെ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഞാൻ പറയുന്നതിന്റെ കൂട്ടത്തിൽ അവിടെ കൂട്ടിച്ചേർത്ത് പറയുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷയൊക്കെ. അതായത് മാമോദീസ സ്വീകരിക്കുന്നത് വരെ ദേവാലയത്തിൽ പ്രവേശിക്കാതിരിക്കുന്ന ഒരു പാരമ്പര്യം ഉണ്ട്. പക്ഷെ ആ പാരമ്പര്യം അത് പ്രോപ്പറായിട്ട് നടപ്പിൽ വരുത്തേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടത് ഈ 8-ാം ദിവസം മാമോദീസ സ്വീകരിക്കുന്ന ഒരു പാരമ്പര്യത്തിലാണ്, ഒരു പശ്ചാത്തലത്തിലൊക്കെയാണെന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാലോ ദേവാലയത്തിലേക്കുള്ള ആഘോഷമായ പ്രവേശനം അത് നടക്കുന്നത് ഈ മാമോദീസയുടെ ആരംഭത്തിലാണ്, കുഞ്ഞുമായി പ്രവേശിക്കും. ഇനി ഇതിനകത്ത് 2 ചെറിയ കാര്യങ്ങളുണ്ട്. ആളുകളുടെ തെറ്റിദ്ധാരണയിലുള്ള ഒരു കാര്യം, അത് അമ്മ അശുദ്ധയാണ്, മാമോദീസ വരെ പള്ളിയിൽ കയറാൻ പറ്റില്ല എന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു കാര്യമില്ല. ഒരു അശുദ്ധിയുടെ വിഷയം അവിടെ ഇല്ല എന്നതാണ് ആദ്യത്തെ കാര്യം. ഇനി പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ 8-ാം ദിവസം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പോലും ഒരു പ്രസവമൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ ഒരാഴ്ച അമ്മയ്ക്ക് അങ്ങനെ പുറത്തിറങ്ങാനൊന്നും കഴിയുകയുമില്ല, ശാരീരികമായിട്ട് പോലും കഴിയുകയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ ഒരു ജൂയിഷ് പാരമ്പര്യം, പരിച്ഛേദനത്തിന്റെ ദിവസം വരെ അവർ അങ്ങനെ അശുദ്ധരായി കണക്കാക്കുകയോ അതിനുവേണ്ടി കാത്തിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പാരമ്പര്യമുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് 8-ാം ദിവസം മാമോദീസ സ്വീകരിക്കുന്നവരെ അവർ പള്ളിയിൽ പോകാതിരിക്കുന്നു. പിന്നെ ഇന്ന് മാത്രമല്ല, അവർക്ക് കുറച്ചുകൂടെ എന്താ പറയുക, ചുരുങ്ങിയ ദിവസങ്ങളാണ് അങ്ങനെ ദേവാലയത്തിൽ പോകുന്നത്, നഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. ഇപ്പോൾ മാമോദീസ പലപ്പോഴും നമ്മൾ ഒത്തിരി സൗകര്യത്തിന് വേണ്ടി മാറ്റി. അത് തന്നെ ശരിയല്ല. മാമോദീസ ഏറ്റവും ചെറുപ്പത്തിൽ ഏറ്റവും നല്ല സമയത്ത് തന്നെ കുഞ്ഞിന് കൊടുക്കണം എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ ആഘോഷത്തിന് പ്രാധാന്യം കൊടുക്കുന്നു കൂദാശയേക്കാളും. അതാണ് അതിൻ്റെ പ്രശ്നം. ആഘോഷത്തിന് എല്ലാവരും എത്തുകയൊക്കെ ചെയ്യുന്ന ഒരു ആഘോഷത്തിന് പറ്റിയ ദിവസത്തേക്ക് വേണ്ടി ഈ കൂദാശ മാറ്റിവെക്കുന്നു. ശരിക്കും പറഞ്ഞാൽ കൂദാശയല്ല, ആഘോഷമാണ് മാറ്റിവെക്കുന്നത്. ആഘോഷം ഇച്ചിരി കുറഞ്ഞാൽ ഇപ്പം അങ്ങനെ ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ ചില ആളുകളൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ വിവാഹം എന്ന കൂദാശയ്ക്ക് പോലും അത് കൂദാശ നടക്കട്ടെ, പിന്നീട് നിങ്ങൾക്ക് പാർട്ടി കൊടുക്കുന്ന പിന്നീട് സമയത്ത് എല്ലാവരും വിളിച്ച് പാർട്ടി കൊടുത്തു, അതിനിപ്പോൾ എന്നാണ് കുഴപ്പമുള്ളത്? പക്ഷേ ആഘോഷം ഒരിക്കലും കൂദാശ ഒരിക്കലും ആഘോഷത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. ഇനി നമ്മളിനി അങ്ങനെ നീട്ടിവെക്കി പോകുന്ന ഒരു സാഹചര്യം വരുവാണെങ്കിൽ അതുവരെ അമ്മയും കുഞ്ഞും ഒന്നും പള്ളിയിൽ പോകാതിരിക്കുക എന്നുള്ളതല്ല. ആ കുഞ്ഞിൻ്റെ ആദ്യ നിമിഷങ്ങൾ മുതൽ, ആ കുഞ്ഞ് ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടിരിക്കുന്ന സമയം മുതൽ ഈ പ്രാർത്ഥനയുടെ സ്വരങ്ങളൊക്കെ അതിൻ്റെ ആത്മാവിന് ഗ്രഹിക്കാൻ പറ്റുമല്ലോ. ആത്മാവിനത് വലിയ സ്വീകാര്യമായിരിക്കും. അപ്പം അതിനുവേണ്ടി ആ കുഞ്ഞിനെ അമ്മയൊക്കെ ഒരുക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്കങ്ങനെ എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളമൊന്നും നമുക്കങ്ങനെ ഒരു പർട്ടിക്കുലർ പ്രെയർ ചൊല്ലിയിട്ട് അങ്ങനെ പോകേണ്ട എന്നൊന്നുമില്ല. അമ്മയ്ക്കും കുഞ്ഞിനും സ്വാഭാവികമായി ദേവാലയത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അത് ഉചിതമാണ് എന്ന് തന്നെയാണ് ഞാൻ പേഴ്സണലായിട്ട് പറയുള്ളൂ. പിതാവ് എന്തായാലും അതിനെ കുറിച്ച് ചേർത്ത് പറയുകയാണെങ്കിൽ. ഞാൻ തോന്നുന്നു അച്ഛാ, ജസമ്മയ്ക്ക് വേറെ ചോദ്യങ്ങൾ ചോദിക്കാട്ടോ. ജസമ്മ മ്യൂട്ടാടോ? അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രവേശ കൂദാശകളെല്ലാം കൊടുത്താണ് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് സ്വീകരിച്ചത്. അപ്പൊ ഞങ്ങൾ അന്ന് സംശയം ചോദിച്ചപ്പോൾ ഇനിയും എന്നാണ് ഇവർക്ക് കുർബാന, കാരണം ഓൾറെഡി കുർബാന കൊടുക്കുന്നുണ്ടല്ലോ നമ്മൾ ഈ 3 കൂദാശകളോട് ചേർത്ത്, അപ്പൊ എന്നാണ് കുർബാന സ്വീകരിക്കാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അന്ന് അച്ഛൻ പറഞ്ഞത് ഇവരുടെ പ്രത്യേക ദിവസങ്ങൾ, ഇപ്പൊ ഒരു ജന്മ തിരുനാൾ
ജന്മദിനത്തിന് അങ്ങനെയുള്ള ദിവസങ്ങളിൽ കൊടുക്കുന്നതിന് കുഴപ്പമില്ല, അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾക്ക് ആദ്യ ഈ കുദാശകൾ സ്വീകരിച്ചതിന് ശേഷം പിന്നീട് ഇപ്പൊ നമ്മള് ആദ്യ കുമ്പസാരവും ആഘോഷമായ കുർബാന സ്വീകരണമാണല്ലോ നടത്തുന്നത്. അതിനു മുൻപ് എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഇവരുടെ ദിവസം കുർബാന കൊടുക്കുന്നതിലുണ്ടോ? ശരിക്കും പറഞ്ഞാല് ആ കുഞ്ഞിന് അപ്പോൾ മുതൽ എപ്പോഴും പരിശുദ്ധ കുർബാന സ്വീകരിക്കാവുന്നതാണ്. അതിനകത്തൊരു കുഴപ്പമില്ല, സ്വീകരിക്കാവുന്നതാണ്. മാത്രമല്ല അത് ഉചിതവുമാണ്. പിന്നെ നമുക്കറിയാം രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആ കുഞ്ഞ് പിന്നീട് എന്താ പറയുക, തിരിച്ചറിവ് ഇല്ലാത്തത് കൊണ്ട് അത് ബോധത്തോടുകൂടെ പാപമോ പുണ്യമോ ആയതൊന്നും തന്നെ ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ കൊടുക്കാതിരുന്നാൽ പോലും ആ കുഞ്ഞിൽ ഈശോ മിശിഹായുടെ സാന്നിധ്യം അതുപോലെ തന്നെ വസിക്കും. പക്ഷെ കൊടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഉചിതമായിരിക്കുകയും ചെയ്യും. ഇനി കുഞ്ഞ് തിരിച്ചറിവാകുന്നത് ഗ്രാജുവൽ ആയിട്ടായിരിക്കും. അപ്പൊ ആ സമയത്ത് പതുക്കെ കുഞ്ഞിന്റെ പോലും ചെറിയ തെറ്റുകൾ, കൊച്ചിന്റെ അല്ല എത്രയിലോട്ടും നമ്മൾ പറയാൻ പാടില്ല, കൊച്ചിന്റെ ലെവലിൽ നിന്ന് അത് വലിയ തെറ്റുകളാണ്. അവ തിരിച്ചറിഞ്ഞ് തുടങ്ങുകയൊക്കെ ചെയ്യുന്ന സമയത്ത് കുഞ്ഞിനോട് തന്നെ നമുക്ക് ഒരുക്കാൻ പറ്റും. എന്നിട്ട് ആ ദിവസങ്ങളിൽ ഒരുപക്ഷെ ആദ്യ കുർബാന എന്ന് നമ്മൾ പണ്ട് വിളിച്ചിരുന്ന, അല്ലെങ്കിൽ പണ്ട് ആദ്യ കുർബാനയായിരുന്നു, ഇപ്പം നമ്മൾ ആഘോഷമായ കുർബാന എന്നാണല്ലോ വിളിക്കുന്നത്. ഈ ആഘോഷമായ കുർബാനയുടെ അടുത്ത നാളുകളിൽ നമുക്ക് കുഞ്ഞിനെ കുറച്ച് അറിയുകയൊക്കെ ചെയ്യാം എന്നതുകൊണ്ട് ഇച്ചിരി വികൃതിയും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ അങ്ങനെ പറഞ്ഞ് ഒരുക്കുകയും ചെയ്യാം. കാരണം നീ പരിശുദ്ധ കുമ്പസാര സ്വീകരിക്കണം, എന്നിട്ടാണ് ഇനി കുർബാന സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സഭ പ്രത്യേകമായി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നോ ഒരു നിർദ്ദേശം തരുന്നത് വരെ നമുക്ക് അനുമാനിക്കുകയൊക്കെ ചെയ്യാവുന്ന പോലെ. എപ്പോഴും പറയാവുന്ന കാര്യം, പാപാവസ്ഥയിലല്ലാതിരിക്കുന്ന ഇൻ സ്റ്റേറ്റ് ഓഫ് ഗ്രേസ് ആയിരിക്കുന്ന ഒരാൾക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ എന്ത് അവകാശമുണ്ടോ അതേ അവകാശം തന്നെ ആ കുഞ്ഞിനും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ മറ്റ് പൗരസ്ത്യ സഭകളിലൊക്കെ കുർബാന കൊടുക്കുന്നുണ്ട്. നമ്മുടെ സഭയിലും ഏറ്റവും പെട്ടെന്ന് നടപ്പാക്കപ്പെടേണ്ട ഒരു പാരമ്പര്യമാണിത്. ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ആളുകൾ ഒരുങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു പുതിയ നമ്മുടെ സഭയുടെ പാരമ്പര്യം വീണ്ടെടുക്കുമ്പോൾ നമ്മൾ ആളുകളും ശിശുക്കളും എല്ലാം ഇത് ശരിക്കും ഒരുങ്ങണം. അത് സഭയാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാൻ ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും കുർബാന സ്വീകരിക്കാൻ അച്ഛൻ പറഞ്ഞതുപോലെ യോഗ്യതയുള്ളത്, നമ്മളെക്കാട്ടിലെല്ലാം യോഗ്യതയുള്ളത് ഈ ശിശുക്കളാണ്. കൊളോസ്യർ 1:12 പറയുന്നുണ്ട്, പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കേറുള്ള അവകാശമായി യോഗ്യരാക്കിയ പിതാവിനെ കുറിച്ച് ഉറപ്പിക്കുക. ആ വിശുദ്ധ ശിശുക്കൾ തന്നെയാണ്. ഈശോ ദൈവം ശിശുവായി, അതുപോലെ തന്നെ അതിന് ഏറ്റവും യോഗ്യതയുള്ളത് മാമോദിസ സ്വീകരിച്ച് 1, 2, 3, 4, 5 വയസ്സൊക്കെയുള്ള ശിശുക്കളാണ്. പിന്നെ അച്ഛൻ പറഞ്ഞതുപോലെ വികൃതിയൊക്കെ തുടങ്ങുന്നത് 5, 6, 7 അല്ലേ. അപ്പം സംസാരിക്കാനായിട്ട് അവർക്ക് പ്രാപ്തരാകുന്ന അതുവരെ വേണമെങ്കിൽ കുറച്ചു കാലം വേണമെങ്കിൽ അവർ സ്വീകരിക്കാതിരിക്കുന്നത് നല്ലൊരു കാര്യമായി. പക്ഷേ ഏറ്റവും പെട്ടെന്ന് നമ്മുടെ സഭയിൽ നടപ്പാക്കപ്പെടേണ്ട ഒരു പാരമ്പര്യമാണ് ശിശുക്കളുടെ ഈ വിശുദ്ധ കുർബാന സ്വീകരണം എന്നുള്ളത്. വേറെ ആരും അല്ലെങ്കിൽ ഞാൻ അഡൽട്ട് മാമോദീസ കൊടുക്കുമ്പോൾ നമ്മൾ മാമോദീസയിൽ എല്ലാ പാപവും നമുക്ക് കഴുകി നീക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആ മാമോദീസയോട് ചേർന്ന് അവർക്ക് വിശുദ്ധ കുർബാന കൊടുക്കാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും പറ്റും. പരിശുദ്ധ മാമോദീസയിൽ ഒരാളുടെ ഉദ്ഭവഭാവവും കർമ്മഭാവവും അതിൻ്റെ ശിക്ഷകളും നീങ്ങിപ്പോകും. അപ്പം അതുകൊണ്ട് ആ ആൾക്ക് മറ്റൊരു കുമ്പസാരം കൂടാതെ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ മറ്റൊരു കാര്യം കൂടാതെ തന്നെ അതോടൊപ്പം തന്നെ ഇതുപോലെ തന്നെ പ്രവേശന കൂദാശകൾ സ്വീകരിക്കും. അപ്പൊ അവിടെ അങ്ങനെ ഒരു കുമ്പസാരത്തിന്റെ ആവശ്യമില്ലല്ലേ? ഉറപ്പായിട്ടും ആവശ്യമില്ല. പക്ഷെ പിന്നീട് അടുത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ വീഴ്ചകൾ ഏറ്റുപറയാം. അത് ഹീലിങ്ങിന് വേണ്ടി മാത്രം. എന്ന് വെച്ചാൽ ഉപദേശങ്ങൾ ലഭിക്കാനും സൗഖ്യത്തിന്റെ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനും ഒക്കെ ആയിട്ട് അത് ഏറ്റുപറയാം. പാപമോചനത്തിന് വേണ്ടിയിട്ടല്ലാതെ അത് പറയാൻ പറ്റും. പാപമോചനം ആവശ്യമില്ല. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പിതാവേ. ഞാന് ഒരു നഴ്സുമാരായിട്ടുള്ള കുറെ പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ ചിലരുടെ അടുത്ത് എന്തെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട്, പേഷ്യൻസ് മരിക്കുമ്പോൾ അവരറിയാതെ തന്നെ അല്ലെങ്കിൽ അവരുടെ ഫാമിലി അറിയാതെ തന്നെ മാമോദീസ ചെയ്യുന്ന നഴ്സുമാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ശരിയാണോ? അങ്ങനെ ചെയ്യാൻ നമ്മൾ ഫാമിലിയോടോ പേഷ്യന്റിനോടോ പറയാതെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ശരിയാണോ? ഒന്നാമത്തെ കാര്യം, മാമോദീസ എന്ന കൂദാശ ഒരാൾ സ്വീകരിക്കുന്നതിന് അയാളുടെ വില്ലിങ്നെസ് ഉണ്ടായിരിക്കണം.
നമുക്കൊരിക്കലും മാമോസ ഒരാളെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ഓടിച്ചിട്ട് പിടിച്ച ഒരാൾക്ക് മാമോസ കൊടുക്കാൻ പറ്റില്ല. അയാൾ സ്വീകരിക്കണം. കൊടുത്താൽ മാത്രം പോരാ, അയാൾ സ്വീകരിക്കുകയും കൂടെ ചെയ്യണം. ഇനി എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഈ സാത്താനെ ഉപേക്ഷിക്കുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും അയാളുടെ സന്നദ്ധത ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത്. അപ്പം ഒരു ശിശുവായിരിക്കെ സ്വാഭാവികമായും ഒരു ശുദ്ധമായ ഹൃദയത്തിന്റെയും ആത്മാവിന്റെയും ഒക്കെ ഉടമയായിരിക്കുന്ന ഒരു കൊച്ചിന് അത് സ്വീകരിക്കാൻ താല്പര്യമാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. ഇനി മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആൾക്ക് ആൾ തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചാൽ നമുക്ക് ആൾക്ക് വിട്ടുമാമോസ പോലും കൊടുക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ പ്രകടിപ്പിക്കാത്ത ഒരു സാഹചര്യത്തിൽ നമുക്ക് പ്രകടിപ്പിക്കുന്നു എന്ന് അസ്യൂം ചെയ്യാനോ മാമോദീസ എന്ന കൂദാശയെ വെറുതെ ഒന്ന് പരീക്ഷണവസ്തു ആക്കാനോ പാടില്ല എന്നാണ് ഞാൻ തീർച്ചയായിട്ടും വിചാരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ആ ആള് ഒന്നുകിൽ ആളെപ്പോഴെങ്കിലും എനിക്ക് മാമോസ സ്വീകരിക്കണമെന്നൊരു ദാഹമുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ന്യായമാണ്. അങ്ങനെ ഒന്നുമില്ലാതെ നടക്കുന്ന ഒരാൾ മരിക്കാൻ പോകുന്നു, അയാൾക്ക് തിരിച്ചറിവോ ബോധമോ ഇല്ലാതിരിക്കുന്ന അവസരത്തിൽ നമ്മൾ അയാളെ പിടികൂടി മാമോസ കൊടുക്കാൻ പാടില്ല. കാരണം ആ ആളുടെ ഫ്രീഡത്തെയാണ് ദൈവം മാനിക്കുന്നത്. ആ ആൾ എനിക്ക് ഈശോയെ വേണ്ട എന്നോ സ്വർഗം വേണ്ട എന്നോ തീരുമാനിച്ചാണ് ജീവിച്ചതെങ്കിൽ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ നിമിഷത്തിൽ ദൈവം ആ ആളുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ആ ആളുടെ അടുത്ത തീരുമാനത്തെ മാനിക്കും. അത് സ്വർഗത്തിലേക്കാണേലും നരകത്തിലാണേലും ഇപ്പൊ ധൂർത്തപുത്രൻ പോകാൻ പിതാവ് അനുവദിക്കുന്നത് പോലെ തന്നെ ആളെ അനുവദിക്കും. അപ്പൊ ആ സമയത്ത് നമ്മൾ നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് അതിനെ റിവേഴ്സ് ചെയ്യാം എന്ന് കരുതാൻ പാടില്ല. ഇയർ ഓഫ് ഡിസിപ്ലിനില് നമ്മൾ പ്രത്യേകമായിട്ട് ഊന്നൽ കൊടുത്തിരുന്ന ഒരു കാര്യമാണ് സക്രമെന്റ് ഇനിഷിയേഷൻ. പ്രത്യേക ദൈവത്തിലേക്ക്, തിരുസഭയിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്ന പ്രവേശക ഉദാശകളായിട്ടുള്ള മാമോദിസായും അഭിഷേകവും കുർബാനയും, ഈ 3 ഉദാശകളെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ള ഒരു കാര്യം. അതിന് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ അരുൺ കലമറ്റം. നമുക്ക് വളരെയേറെ സുപരിചിതനായിട്ടുള്ള ആളാണ്. 2016 ആരംഭം മുതൽ നമ്മുടെ കൂടെ എപ്പോഴും യാത്ര ചെയ്യുന്ന, നമ്മളെ ഈശോയെ കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട്, തിരുസഭയെ കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സഹായിച്ച വ്യക്തിത്വമാണ് അരുണച്ചന്. നമ്മുടെ കുടുംബ കൂട്ടായ്മയെക്കുറിച്ച് വളരെയേറെ ക്ലാസ്സുകൾ അച്ഛന് എടുത്തിരുന്നു. ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു ബോധ്യത്തിലേക്ക്, അറിവിലേക്ക് ഈ കാര്യങ്ങളെല്ലാം നമ്മളെ നയിക്കുവാനായിട്ട് അച്ഛന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമുക്ക് 14-ാമൻ പപ്പായെക്കുറിച്ച്, പപ്പായയുടെ പ്രബോധനങ്ങളെ കുറിച്ചെല്ലാം അച്ഛന് ക്ലാസ് എടുത്തിരുന്നു. നമുക്കറിയാവുന്ന കരുതുകയാണ് അച്ഛൻ്റെ മറ്റൊരു വിഷയം 16-ാമൻ പപ്പായുടെ പ്രബോധനങ്ങളാണ്, പ്രത്യേകിച്ചും മെമ്മറി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്. അതിലാണ് അച്ഛന് വളരെയേറെ ആഴപ്പെട്ട പഠനം നടത്തിയിരിക്കുന്നത്. ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായിട്ട് അരുണച്ചന് മാറിയിട്ടുണ്ട്. നമ്മുടെ സഭയിൽ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് അരുണച്ചന്. നമുക്കറിയാവുന്നതുപോലെ പ്രവാചക ശബ്ദത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ തിരുസഭയെക്കുറിച്ചുള്ള ലുബൻ ജെർസിയും വളരെ വിശദമായിട്ട് ആളുകളെ പഠിപ്പിച്ചിരുന്നു. പിന്നീട് ദൈവവർബും ദൈവജനത്തെക്കുറിച്ചുള്ള വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖ നന്നായിട്ട് പഠിപ്പിച്ചു. ഇപ്പോഴ് സക്രസാന്തം കുൻശീലിയും ആരാധകൃതത്തെക്കുറിച്ചുള്ള തിരുസഭയുടെ വത്തിക്കാൻ കൗൺസിലിൻ്റെ ഡോക്യുമെൻ്റ് അത് അച്ഛനെ പഠിപ്പിക്കാനായിട്ട് ആരംഭിച്ചിരിക്കുന്നു. ഞാൻ ആദ്യത്തെ ഒരു ക്ലാസ് കേട്ടിരുന്നു. വളരെ ഉപകാരപ്രദമായിട്ടുള്ള, നമുക്കെല്ലാം വലിയ ബോധ്യങ്ങൾ നൽകുന്ന ക്ലാസ്സാണ് അച്ഛൻ്റേത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മുടെ ബോധ്യങ്ങൾ, നമ്മുടെ അറിവൊക്കെ കുറച്ചും കൂടെ ആഴപ്പെടാനും കുറച്ചും കൂടെ വിപുലമാകാനും എല്ലാം ഇടയാകും എന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട്. പാലക്കാട് ഒരു പതാകമാണ്.
ഇന്ന് സിറുബാർ സഭയുടെ പ്രധാനപ്പെട്ട ഒരു കമ്മീഷൻ്റെ സെക്രട്ടറിയാണ്. ഫാമിലിയുമായി ബന്ധപ്പെട്ടുള്ള അനേകം ആളുകൾ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഒരു കമ്മീഷനാണ് ഫാമിലി കമ്മീഷൻ. കമ്മീഷൻ്റെ സെക്രട്ടറി ആയിട്ട് അച്ഛൻ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ അനേകം സെമിനാരികളിൽ അച്ഛനെ പഠിപ്പിക്കുന്നു. പാലക്കാട് രൂപതയിൽ തന്നെ ഫാമിലി അപ്പോസ്റ്റലേറ്റും അതുപോലെ തന്നെ അവിടെ സ്റ്റാർസ് എന്ന് പറയുന്ന തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് ഫോർമേഷൻ നൽകുന്ന ഉത്തരവാദിത്വവും, അതിനിടയിൽ എല്ലാ രൂപതകളും ഇപ്പോൾ അച്ഛൻ്റെ ധ്യാനം ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കും 2027 വൈദികരുടെ ധ്യാനവും ലീഡേഴ്സ് ധ്യാനവും നടത്തുന്നത് അച്ഛനാണ് ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ കഠിനാധ്വാനത്തിൻ്റെ ഞാനല്ല അധ്വാനിച്ചത്, ദൈവകൃപയാണ് അധ്വാനിച്ചത് പോലെ പറഞ്ഞതുപോലെ ദൈവകൃപ അധ്വാനിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അച്ഛൻ പറയാനായിട്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. അച്ഛനെ നമ്മൾ കേൾക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളൊന്നും ഞാൻ ഇപ്പോൾ ഈ വിഷയത്തിൽ ഒന്നും സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അച്ഛൻ തന്നെ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ ഈ വിഷയങ്ങളിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തട്ടെ. നമ്മുടെ രൂപതയ്ക്ക് വളരെ ഏറെ പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സമയമാണ്. കൂടുതൽ സമർപ്പണം ആവശ്യമുള്ള സമയമാണ്. പാസ്റ്റർ കൗൺസിൽ മെമ്പേഴ്സിന് ഇതെല്ലാം ചെയ്യാനായിട്ട് സാധിക്കട്ടെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കുറച്ചും കൂടെ തീഷ്ണത നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. ഈ ക്ലാസ് എല്ലാം അതിന് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഹൃദയെ പൂർണ്ണമായിട്ട് ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട്, എല്ലാ മനുഷ്യരെയും എല്ലാ സൃഷ്ടികളെയും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ക്ലാസ്സിൽ ആയിരിക്കാൻ നിങ്ങളെല്ലാവരെയും ഞാൻ ഈ ഒരു പാസ്റ്റർ കൗൺസിൽ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ